And of course, the producer, Liston Stephen. Inviting on stage actors Sanju Shivram and Shivajit. അടുത്തതായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ നടൻ ബേസിൽ ജോസഫ്. ഇനി നമുക്ക് നായികയെ സ്വാഗതം ചെയ്യാം, നമ്മുടെ സ്വന്തം സുരഭി ലക്ഷ്മി. And now let's welcome the very talented, the very hard-working actor of Malayalam cinema, നമ്മുടെ സ്വന്തം ടൊവിനോ തോമസ്. Yes. Once again, hearty welcome to all the cast and crew members of the movie ARM. അപ്പോൾ സിനിമ നാളെ റിലീസ് ആവുകയാണ്. സിനിമയുടെ കൂടുതൽ വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ടാണ് ടീം മെമ്പേഴ്സ് എല്ലാവരും ഇന്നലെ എത്തിച്ചേർന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു നമുക്ക് ഡയറക്ടറിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് തീർച്ചയായും എല്ലാ ഡയറക്ടേഴ്സിന്റെയും വലിയൊരു സ്വപ്നമാണ്. പക്ഷെ ആ സ്വപ്നത്തിന് വേണ്ടി ഏകദേശം ഒരു 8 വർഷം കാത്തിരിക്കേണ്ടി വന്നു അല്ലേ? പക്ഷെ എനിക്ക് തോന്നുന്നു ഇൻ എ വേ ഇറ്റ് ഈസ് ഗുഡ് ബിക്കോസ് യു ആർ ഗെറ്റിംഗ് ദിസ് ഗ്രാൻഡ് എൻട്രി. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്ന് പറയുന്നത് ഇതാന്ന് തോന്നുന്നു. സോ എന്താണ് ഡയറക്ടറിന് സിനിമയെ കുറിച്ച് പറയാനായിട്ടുള്ളത്? എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു ഫോർ കമ്മിങ് ഹിയർ. അതെ, 8 വർഷം അതൊരു ഞങ്ങളെ എല്ലാവരുടെയും ഒരു സ്വപ്നത്തിൻ്റെ ജേണിയാണ്. അപ്പോൾ അത് നാളെ സംഭവിക്കാൻ പോവുകയാണ്. ഇത്രയും നാൾ വെയിറ്റ് ചെയ്തത് എല്ലാം നല്ലതെന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ നാളെ മലയാളികളും അല്ലാതെയുള്ള എല്ലാ പ്രേക്ഷകരും കണ്ട് സിനിമ ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു. എപ്പോഴും പറയുന്ന പോലെ ഇത് ഒരു ചെറിയ സ്ക്രീനിൽ കാണേണ്ട സിനിമയല്ല, ഇതൊരു ഞങ്ങൾ ഒരു എക്സ്പീരിയൻസ് ആണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ എങ്ങനെയെങ്കിലും നിങ്ങൾ മിസ് ചെയ്യാതെ തന്നെ ഈ സിനിമ തിയേറ്ററിൽ കാണണം. നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാനും എൻ്റെ ടീമും. ഇത് ആക്ച്വലി നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ എൻ്റെ ഒരു 8 വർഷത്തെ പരിശ്രമത്തിനെക്കാട്ടി ഇതൊരു വലിയൊരു കളക്റ്റീവ് എഫേർട്ടാണ്. ഇപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്തൊരു ഇതല്ല, ഇതൊരു ഗ്രൂപ്പായിട്ട് അത്രയും എല്ലാവരും അവരുടെ ഒരു സോള് കൊടുത്ത് ചെയ്തതാണ്. ഇത്രയും എന്നെ പോലെയുള്ളൊരു ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നൊരു സാധാരണ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് എൻജിനീയറിംഗ് കഴിഞ്ഞ് ബേസിലറിൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ട് തുടങ്ങി. അവിടെ നിന്ന് ഇത്രയും വർഷം എടുത്തിട്ട് വന്നാൽ പോലും പല സമയത്തും പലരും സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നു. എന്നെ പോലെയുള്ളൊരു പുതിയ ഡയറക്ടറിന് ഇത്രയും വലിയ പൈസ ഇൻവെസ്റ്റ് ചെയ്ത ഒരാളുണ്ട്. അപ്പോൾ ഈ സിനിമ നമ്മൾ വിചാരിച്ചാലും ഇപ്പോൾ 3D ആണെങ്കിലും അത്രയും ഈ നമ്മൾ സാധാരണ മലയാള സിനിമയ്ക്ക് സ്പെൻഡ് ചെയ്യണേക്കാട്ടി കൂടുതൽ VFXനൊക്കെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ആക്ടേഴ്സും ഇപ്പോൾ സുൽത്താനാണെങ്കിലും ഞാനും സുൽത്താനും ടൊവിയും ആണ് ഇനിഷ്യലി ഇതിൻ്റെ എല്ലാ കോൺവെർസേഷനിലുണ്ടായിരുന്നെങ്കിലും ബാക്കി എല്ലാവരും വന്ന് ഈ സിനിമയ്ക്ക് വേണ്ട എല്ലാവരും ഗ്രാജുവലി വന്ന് ചേരുകയും നമ്മൾ അതിൻ്റെ ഒരു ഫൈനൽ പ്രോഡക്റ്റിലേക്ക് എത്തി. കഴിഞ്ഞൊരു ഒരാഴ്ച ഞാൻ എന്തൊക്കെയാണ് എല്ലാവരും അങ്ങോട്ടും ഓട്ടം. എനിക്കിത് ആദ്യമായിട്ടാണല്ലോ, എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഓരോ പ്രശ്നം അവിടെ കണ്ടന്റ് ഇത് എനിക്ക് തോന്നുന്നു ഈ സിനിമയുടെ ഒരു 120 കണ്ടന്റാണ് കോപ്പി എടുക്കുന്നത്. ഒരു ഫയൽ തന്നെ 150 GB ഉണ്ടെന്നുള്ളത് പോലും അറിയുന്നത് ഇതാണ്. പിന്നെ ഇവിടെ ഇല്ലാത്ത ഞങ്ങളുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ സൂപ്പർവൈസറായിട്ടുള്ള അപ്പു ഭട്ടത്തിരി ഡയറക്ടറാണ്. ഞാനും ബേസിലായിട്ടും ഷോർട്ട് ഫിലിം തുടങ്ങുന്ന സമയത്ത് തന്നെ അപ്പു എഡിറ്ററായിരുന്നു. അപ്പോൾ ഈ സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ സൂപ്പർവൈസറും മൊത്തം തല ഭ്രാന്തായിട്ടിരിക്കുന്ന ഒരാൾ അപ്പുവാണ്. അപ്പം ഞാൻ ഈ സമയത്ത് അപ്പുവിനോടൊരു താങ്ക്സ് പറയുന്നുണ്ട്. പലയിടത്തും പല ഡിലേയും അല്ലെങ്കിൽ കോൺവെർസേഷൻ ഇതെല്ലാം സോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പു ആയതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഇവിടെ വന്നിരിക്കാൻ പറ്റിയത്. ഇപ്പോൾ പോലും നാളത്തെ ഈ 3Dയുടെ കണ്ടന്റ് ചെറിയ ഫയലിന് എന്തോ ഒരു ഇത് വന്നിട്ട് അതിപ്പോൾ പോയി കറക്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ ഓടിയെത്തിയത്. നാളെ എല്ലാവരും നമ്മൾ ഉദ്ദേശിച്ച പ്രോപ്പർ ഔട്ട് തന്നെ കാണണം എന്ന ആഗ്രഹമുണ്ട്. മാക്സിമം അത് ചെറിയ എന്തെങ്കിലും ഡിലേ വന്നാൽ പോലും നിങ്ങളത് തന്നെ കാണണം. ഞങ്ങളെല്ലാവരെയും സപ്പോർട്ട് ചെയ്യണം. ഇത്രയും നാളത്തെ നമ്മുടെ ഒരു എഫേർട്ട് നിങ്ങൾ തിയേറ്ററിൽ പോയി അത് കണ്ട് പ്രോത്സാഹിപ്പിക്കണം. വേറൊന്നുമില്ല. താങ്ക് യു സോ മച്ച്. സോ നമ്മളിവിടെ കേട്ടതുപോലെ ആദ്യം സിനിമ പ്ലാൻ ചെയ്തത് ചെറിയ രീതിയിലാണ്,
പിന്നീട് അതിനെ വലിയൊരു സ്കെയിലിലേക്ക് കൊണ്ടുവന്ന് ARM എന്ന പാൻ ഇന്ത്യൻ സിനിമയാക്കി മാറ്റിയതിൽ വലിയൊരു പങ്ക് വഹിച്ചൊരു വ്യക്തി ഇവിടെ സ്റ്റേജിലുണ്ട്. മറ്റാരുമല്ല, നമ്മുടെ പ്രൊഡ്യൂസർ ലിസ്റ്റൻ സ്റ്റീഫൻ സർ. എന്താണ് പ്രൊഡ്യൂസറിന് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. ഓവർ ടു യു. ഗുഡ് ഈവനിങ്. ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ ജിതിൻ പറഞ്ഞ പോലെ വെറുതെ ഒരു 8 വർഷം വെയിറ്റ് ചെയ്തതിനേക്കാൾ ഏറ്റവും നിർണായകമാണ് എനിക്ക് അടുത്ത 16 മണിക്കൂർ എന്നുള്ളത്. കാരണം ഈ സിനിമയുടെ ഒരു റിസൾട്ട് എന്താണ് എന്ന് ഉള്ളതിനെ പറ്റി എനിക്കൊരു വലിയ ടെൻഷനൊന്നുമില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സിനിമ 2-3 പ്രാവശ്യം കണ്ട ഒരാൾ എന്ന നിലയ്ക്ക്, അതുപോലെ തന്നെ ഈ സിനിമ മറ്റുള്ളവർ നമ്മൾ പല സ്ഥലത്ത് ഇത് ഇട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ എല്ലാ സൈഡിൽ നിന്ന് കിട്ടിയൊരു ഫീഡ്ബാക്ക് ആയിക്കോട്ടെ, ഇതിൻ്റെ ഒരു സിനിമ തീരുമ്പോൾ അതിൻ്റെ ഏറ്റവും അവസാനം കാണുന്ന ഒരാളാണ് അതിൻ്റെ ഒരു ഫൈനൽ മിക്സ് ചെയ്യുന്ന രാധാകൃഷ്ണൻ. അപ്പോൾ ഞാൻ രാധാകൃഷ്ണനോട് ചോദിച്ചു, രാജ, ഞാൻ ഈ സിനിമയിൽ റിസ്ക് എടുക്കണോ, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്കൊരു നല്ലൊരു ബിസിനസ് വന്നിട്ടുണ്ട്, ഇതിപ്പോൾ കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത്. എനിക്ക് തോന്നുന്നു എൻ്റെ ഏറ്റവും ഒരു 80% സിനിമകൾ സൗണ്ട് മിക്സ് ചെയ്തേക്കുന്നത് രാധാകൃഷ്ണനാണ്. ആ രാധാകൃഷ്ണനാണ് എന്നോട് പറഞ്ഞത്, ചേട്ടാ ചേട്ടൻ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ ഈ സിനിമ കൊടുക്കരുത്, ഇതിലാണ് റിസ്ക് എടുക്കേണ്ടത്. കാരണം പുള്ളി ഇന്നിപ്പോൾ ഒരു വൈകിട്ടൊരു വീഡിയോയും കൂടെ ചെയ്യുന്നുണ്ട്. കാരണം പുള്ളി ഒരു സൗണ്ടൊക്കെ ചെയ്തതിൽ അത്രയും സാറ്റിസ്ഫാക്ഷൻ കിട്ടി. എല്ലാ വർക്കും പുള്ളിക്ക് തന്നെ ചെയ്യണമെന്ന് തോന്നുകയും കൂടെ ചെയ്തു. അപ്പോൾ അത്രയ്ക്കും നല്ലൊരു ഔട്ട്പുട്ടാണ്. കണ്ടാൽ ഒരു ഭയങ്കര തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കുമെന്ന് പറഞ്ഞ ഒരു രാധാകൃഷ്ണനുണ്ട്. അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ഒരാളുമാണ് ഒരു സിനിമയെ സംബന്ധിച്ച്. അപ്പോൾ കാരണം പുള്ളിയുടെ പല പ്രഡിക്ഷൻസും എന്നെ സംബന്ധിച്ച് സത്യസന്ധവും ആയിട്ടുള്ളൊരു കാര്യമാണ്. റിസൾട്ടും അതുപോലെ വന്നിട്ടുണ്ട്. പിന്നെ ഈ സിനിമയുടെ പിന്നിൽ ഇവർ ഒരുപാട് വർഷങ്ങൾ കളഞ്ഞിട്ടുണ്ട്. അതായത് ഡയറക്ടർ ആയിക്കോട്ടെ, റൈറ്റർ ആയിക്കോട്ടെ, ടൊവിനോയൊക്കെ ആയിക്കോട്ടെ. ടൊവിനോയൊക്കെ എനിക്ക് തോന്നുന്നത് ടൊവിനോയുടെ കരിയർ ബെസ്റ്റ് ഫിലിം ഇതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറഞ്ഞ സക്സസോ ഫെയിലിയറോ എന്തുണ്ടെങ്കിലും നമ്മൾ സിനിമയുടെ ഒരു നിർമ്മാതാവ് എന്നുള്ള രീതിയിലായിക്കോട്ടെ, അല്ലെങ്കിൽ സംവിധായകനോ ആക്ടറോ ഒക്കെ അത് ഫേസ് ചെയ്തേ പറ്റുള്ളൂ. പക്ഷേ ഞാനെന്ന ഒരു പ്രേക്ഷകനായിട്ട് കാണുമ്പോൾ ടൊവിനോയുടെ ഒരു കഷ്ടപ്പാട്, അല്ലെങ്കിൽ ഒരു 3 റോള് ചെയ്തിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് സിനിമയായിരിക്കും എന്നുള്ളൊരു കാര്യത്തിൽ അതിന് എനിക്ക് വേറെ ആരുടെ ഉറപ്പ് വേണ്ട, അത് എനിക്ക് എൻ്റെ ഉറപ്പ് തന്നെ എനിക്കത് മതി. കാരണം അത്രയും ഒരു കഷ്ടപ്പാട് ഈ സിനിമയിലുണ്ട്. പിന്നെ ജിതിനെ സംബന്ധിച്ച് ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ ഒരിക്കലും ഒരു പുതുമുഖ സംവിധായകനാണെന്ന് പറയൂല. ഒരു ഇരുത്തം വന്ന ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറക്ടറായിട്ട് നമുക്കിതിൽ കാണാനായിട്ട് സാധിക്കും. പിന്നെ ഇതിൻ്റെ റൈറ്റർ ആയിക്കോട്ടെ, ഇങ്ങനെ ഒരു കണ്ടന്റ് മലയാളികൾക്കായിട്ട് സമ്മാനിച്ച ഇതിൻ്റെ റൈറ്റർ. അപ്പോൾ ഒരുപാട് പേരുണ്ട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച്. ജോൺ ക്യാമറമാൻ ആയിക്കോട്ടെ, എഡിറ്റർ ആയിക്കോട്ടെ, അങ്ങനെ എല്ലാവരും വളരെ മികച്ച രീതിയിലുള്ള ഒരു ഔട്ട് അവരുടെ എല്ലാവരുടെയും ഭാഗത്തുനിന്ന് തന്നിട്ടുണ്ട്. ഇതിൽ അഭിനയിച്ച ഓരോ വ്യക്തികളായിക്കോട്ടെ, ആർട്ടിസ്റ്റുകളായിക്കോട്ടെ, എല്ലാവരും അവരവരുടെ ഒരു ബെസ്റ്റ് ഔട്ട്പുട്ട് ഈ സിനിമയിൽ കിട്ടിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ടൊവിനോയും ഡയറക്ടറൊക്കെയാണ് കഴിഞ്ഞൊരു എനിക്ക് തോന്നുന്ന ഒരു 20-25 ദിവസമായിട്ട് ഈ സിനിമയുടെ പിന്നിൽ ഇതിൻ്റെ ഒരു പ്രൊമോഷൻ കാര്യങ്ങളായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ലണ്ടനിൽ പോയി, സൗദിയിൽ പോയി, ദുബായി പോയി, അങ്ങനെ എല്ലായിടത്തും ഇതിൻ്റെ പ്രൊമോഷനായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ ലണ്ടനിലും ദുബായിലും ഖത്തറിലും ഒക്കെ മാത്രമായിട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ മതിയോ, നമ്മുടെ കൊച്ചിയിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഇത് ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് ഈ സിനിമ സർപ്രൈസ് ആവട്ടെ, അവർക്ക് ഇത് ഓട്ടോമാറ്റിക്കലി നമ്മളൊന്നും കൊടുത്തില്ലെങ്കിൽ പോലും ഇത് മനസ്സിലാവുമെന്ന് ഡയറക്ടർ ഉൾപ്പെടെ പറഞ്ഞതുകൊണ്ടിട്ടാണ് നമ്മൾ ഇവിടെയുള്ള പ്രൊമോഷന് നമ്മൾ ഏറ്റവും ലാസ്റ്റ് വെച്ചത്. കാരണം ഈ സിനിമയിൽ അത്രയ്ക്ക് വിശ്വാസം ഞങ്ങൾ എല്ലാവരും അർപ്പിക്കുന്നത് കൊണ്ടിട്ടാണ് ഈ സിനിമയുടെ ഒരു പ്രൊമോഷൻ എന്നുള്ള രീതി, അതായത് അതിൻ്റെ അവസാന ഘട്ടം, അതായത് സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പുള്ള അവസാന ഘട്ടമായിട്ട് ഇന്ന് തിരഞ്ഞെടുത്തത് ഇതിൻ്റെ പ്രൊമോഷനായിട്ട് പ്രസ് മീറ്റ് ഇന്ന് വിളിക്കാനുള്ള കാരണം അതാണ്. ബാക്കി എല്ലാവരും സംസാരിക്കേണ്ടതായിട്ടുള്ളതുകൊണ്ടിട്ട് നെക്സ്റ്റ് പോകും. താങ്ക് യു സർ. ടൊവിനോയുടെ കരിയർ ബെസ്റ്റ് സിനിമ തന്നെ ആവട്ടെ എന്ന് ആശംസിക്കുകയാണ്. സോ നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ഒരു സിനിമയ്ക്ക് ആദ്യം വേണ്ടത് നല്ലൊരു കഥയാണ്. തുടക്കം തൊട്ടേ നമുക്ക് ഇത്രയും അധികം പ്രതീക്ഷ നൽകിയ ARM എന്ന സിനിമയുടെ റൈറ്ററിലേക്ക് ഇനി കിടക്കാം. സുജിത് നമ്പ്യാർ. ചേട്ടനിപ്പോൾ പറഞ്ഞതുപോലെ ഇതൊരു വിശ്വാസത്തിൻ്റെ സിനിമയാണ്. അതായത് ഞാൻ ഈ പറഞ്ഞ മേഖലയിൽ തുടക്കക്കാരനായ ഒരാളാണ്. അപ്പോൾ എനിക്കൊരു മേൽവിലാസത്തിൻ്റെ വിഷയമുണ്ട്. അപ്പം ഞാനിങ്ങനെ ഒരു കഥ പറയുമ്പോൾ
ജിതിനെ പോലത്തെ ഒരാൾ ആ കഥ വിശ്വസിക്കുക, ടൊവിനോ എന്ന് പറഞ്ഞൊരു നടൻ ആ കഥ വിശ്വസിക്കുന്നു, തുടർന്ന് ലിസൺ ചേട്ടനെ പോലത്തെ ഒരു പ്രൊഡ്യൂസർ, സക്കറിയ ഡോക്ടർ. അപ്പം ഇത്തരം ആൾക്കാർ ഈ സിനിമയുടെ ഭാഗമാവുന്നു എന്നുള്ളത് വിശ്വാസത്തിൻ്റെ മുകളിൽ മാത്രമാണ്. ഉദാഹരണത്തിന് നമ്മുടെ സിനിമക്ക് ടൊവിനോ എന്ന് പറഞ്ഞ താരത്തിനെ എല്ലാവർക്കും അഡ്രസ്സ് ചെയ്യപ്പെടുന്ന ഒരാളാണ്. പക്ഷേ ഈ സിനിമ ഞാൻ ചിന്തിക്കുന്നത് അയാളുടെ നടനെ മറ്റൊരു തലത്തിൽ പ്ലേസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതിൽ ടോവിയുടെ ആത്മസമർപ്പണം നമുക്ക് അത്രമാത്രം ഈ സിനിമയെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. നമ്മൾ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. അപ്പോൾ തീരുമാനിക്കേണ്ടത് പ്രേക്ഷകരും കൂടെയാണ്. പിന്നെ ഒരുപാട് മികച്ച ആർട്ടിസ്റ്റ് ഈ സിനിമയിലുണ്ട്. സുരഭി ജനപ്രിയ നായകനാണ് ബേസിലിൻ്റെ സാന്നിധ്യം ഈ സിനിമക്കൊരു വലിയ മുതൽക്കൂട്ടാണ് തീർച്ചയായിട്ടും. മ്യൂസിക് ദീപു, പിന്നെ ജോമൻ ചേട്ടൻ ഹൃദയം കൊണ്ടാണ് ഇതിന് ക്യാമറ ചെയ്തതെന്ന് നമ്മൾ പറയും. അതേപോലെ ഷമീർക്ക് ഇതിന് ആദ്യം മുതൽ നമ്മൾ എഡിറ്റർ ഷമീർക്ക് ഇതിൻ്റെ ഒരു കാവലാളാണ് നമ്മളുടെ സിനിമയുടെ. അപ്പോൾ ഓരോ ഘട്ടത്തിലും ഇപ്പോൾ ലിസൺ ചേട്ടനെ പോലത്തെ ഒരാൾ ഈ സിനിമയ്ക്ക് വേണ്ടി ഏത് പ്രതിസന്ധിയിലും ഇത് ചെയ്യാമെന്ന് പറഞ്ഞ് കൂടെ നിൽക്കുന്ന ആ വാക്ക് തന്നെയാണ് ഇപ്പോഴും എന്നെപ്പോലത്തെ ഒരാൾക്ക് ഇവിടെ കയറി ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതേപോലെ സഞ്ജു, ശിവജിത്ത്, ഒരുപാട് ആർട്ടിസ്റ്റ്, ജഗദീഷ് ഏട്ടൻ എന്നൊക്കെ പറഞ്ഞ വലിയ ആർട്ടിസ്റ്റ് നമ്മളുടെ കൂടെ നമ്മൾ പറയുന്ന എഴുതിയതിനൊക്കെ ഏതറ്റം വരെ പോയി പ്രവർത്തിക്കാനൊക്കെ തയ്യാറായിട്ടുണ്ട്. അതൊരു വലിയ വിശ്വാസമാണ്. തീർച്ചയായും ആ വിശ്വാസം കാൽക്കാൻ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. താങ്ക് യു സോ മച്ച് സർ. ഒരുപാട് സിനിമകളിൽ ഓടി നടന്ന് അഭിനയിച്ച് വളരെയധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടർ ഇവിടെ ഇരിപ്പുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ജനപ്രിയ നായകൻ ബേസിൽ ജോസഫ്. ഹോംലി സ്റ്റാർ, ഫാമിലി സ്റ്റാർ എന്നുള്ളൊരു തിരുത്തുണ്ട്. ജനപ്രിയ നായകനല്ല അദ്ദേഹം. എല്ലാം ഞാൻ തന്നെ. അത് വേണ്ടേ? റൈറ്റർ വിശേഷിപ്പിച്ചതാണ് ജനപ്രിയ നടൻ. ഹോംലി സ്റ്റാർ മതി. മൈക്ക് വരുമോ? നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. അജയൻ്റെ രണ്ടാം മോഷണം എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് ഞാൻ ഭയങ്കരമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഫോറമാൾ വെച്ചുള്ള പരിപാടിയിൽ വാചാലനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വീണ്ടും വാചാലനാവേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പേഴ്സണൽ ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഈ പറയുന്ന പോലെ ജിതിൻ ലാൽ എന്ന് പറയുന്ന അതിൻ്റെ ഡയറക്ടർ ആദ്യത്തെ എൻ്റെ ഷോർട്ട് ഫിലിം മുതൽ കൂടെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ടൊക്കെ വർക്ക് ചെയ്തിരുന്ന ആളാണ്. അതിനുശേഷം കുഞ്ഞിരാമായണത്തിലുണ്ടായിരുന്നു, ഗോദയിലേക്കുണ്ടായിരുന്നു. അപ്പോൾ ഈ സിനിമാ ജേർണിയിൽ എൻ്റെ കൂടെ കണ്ടിന്യൂസ് ആയിട്ട് സഞ്ചരിച്ച ഒരാളാണ്. അപ്പോൾ ജിതിൻ ഇങ്ങനെ ഒരു സിനിമ ചെയ്യുന്നു എന്ന് പറയുന്നത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അവരിത് എങ്ങനെ ചെയ്യും എന്നുള്ളതൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഇത്രയും വലിയൊരു സിനിമ എന്നൊക്കെയുള്ള രീതിയിൽ. അത് കാരണം ഗോദയുടെ സമയത്തൊക്കെയാണ് തോന്നുന്നത് ഇതിൻ്റെ സ്ക്രിപ്റ്റ് ആദ്യമായിട്ട് വായിക്കുന്നത്. അന്ന് ഇതൊരു കുഞ്ഞു സിനിമയായിരുന്നു. ആക്ച്വലി കുഞ്ഞു സിനിമ ഇൻ ദ സെൻസ് ഇത്രയും സ്കെയിലൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവനത് വർക്ക് ചെയ്ത് അതിൻ്റെ ഒരു ഓരോ സ്റ്റേജിലും ഇതിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ ഇങ്ങനെ കണ്ട് വരുമ്പോൾ ഇതിങ്ങനെ സിനിമ ഇങ്ങനെ എനിക്കറിയാം അത് ഇത് വലുതായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൺമുമ്പിൽ നിന്ന് ഇതിങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുക. അവൻ്റെ വിഷൻ ഭയങ്കര വലിയ വിഷനിലാണ് അവൻ ആ സിനിമ അതിനെ പ്ലേസ് ചെയ്തത്, ആ ഒരു ചെറിയൊരു ഐഡിയയെ പ്ലേസ് ചെയ്തത്. പക്ഷെ അത് ഇവൻച്വലി അവനത് പുൾ ഓഫ് ചെയ്തെന്ന് പറയുന്നത് ഒരു വലിയ അച്ചീവ്മെന്റ് തന്നെയാണ്. കാരണം ഇതിന്റെ ഷൂട്ടിംഗ് സെറ്റിലൊക്കെ പോകുമ്പോഴൊക്കെ നമ്മളത് കാണുമ്പോൾ, കാരണം ഇത്രയും വലിയൊരു സിനിമ മൗണ്ട് ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് ഇത്രയും ബജറ്റ് ഒരു പ്രൊഡ്യൂസർ ഇൻവെസ്റ്റ് ചെയ്യുക, 100-150 ദിവസത്തോളം ആക്ടേഴ്സ് അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുക, അവരുടെ ജീവിതത്തിൽ 150 ദിവസം ഒരാൾ ട്രസ്റ്റ് ചെയ്ത് നമ്മൾ കൊടുക്കുകയാണ്. പ്രൊഡ്യൂസർ ആണെങ്കിലും ഇത്രയും മുതൽ മുടക്കി സിനിമയ്ക്ക് വേണ്ടി ചെയ്യുക, ടെക്നീഷ്യൻസ് ആണെങ്കിലും അവരുടെ അത്രയും ദിവസത്തെ ഡേറ്റ് ഈ സിനിമയ്ക്ക് വേണ്ടി മാറ്റിവെച്ച് അയാളുടെ വിഷൻ്റെ കൂടെ ഒരുമിച്ച് നിൽക്കുക എന്നൊക്കെ പറയുന്നത് ഒരുപാട് കൺവിക്ഷനും അയാളെ ആ ഡയറക്ടറിനെ ട്രസ്റ്റ് ചെയ്യുകയും ചെയ്താൽ മാത്രമേ ആൾക്കാർ ഇതിൻ്റെ കൂടെ നിൽക്കുകയുള്ളൂ. അപ്പോൾ അതും പ്രത്യേകിച്ച് തുടക്കക്കാരനായിട്ടുള്ള ഒരാൾ, അത് രണ്ടാമത്തെയോ മൂന്നാമത്തെയോ സക്സസ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു പോയിന്റിലേക്കാണെങ്കിൽ ഇത് കുറച്ചുകൂടെ എളുപ്പമാണ്. ആദ്യത്തെ സിനിമ ചെയ്യാൻ വരുന്ന ഒരാളെ എങ്ങനെയാണ് നമ്മൾ ഇത്രയും പേരെ കൺവിൻസ് ചെയ്ത് വിശ്വസിപ്പിച്ച് ഇത്രയും പേര് ഒരു കുടക്കീഴിൽ ഇത്രയും ദിവസങ്ങൾ കൊണ്ടുപോകുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. അപ്പോൾ അത് വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ്. സിനിമയുടെ ഔട്ട്പുട്ടും അതിൻ്റെ റിസൾട്ടിൻ്റെ അപ്പുറത്തേക്ക് അതിനുവേണ്ടി എടുത്ത എഫേർട്ട് ഭീകരമായിട്ടുള്ള സിനിമ നിങ്ങൾ കാണാൻ പോകുന്ന സിനിമയെക്കാളും വലിയ എഫേർട്ടാണ് ആ സിനിമയുടെ പിന്നിലുള്ളത്. ആ സിനിമ ഒരു വലിയ സിനിമയാണ്, അതിലും വലിയ എഫേർട്ടാണ് ആ സിനിമയ്ക്ക് പിന്നിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആ എഫേർട്ടിന് ജിതിന് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു കയ്യടി അർഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടോവി ഈ പറയുന്ന ഇപ്പോൾ ലിസൺ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇവർ ഇത്രയും പണിയെടുക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഗോദയിലും മിന്നൽ മുരളിയിലും ഇത്രയും പണിയെടുത്തിട്ടുണ്ട്. പക്ഷേ ഇത്രയും ഇങ്ങനെയൊക്കെ പണിയെടുക്കാൻ
3 റോളൊക്കെ ചെയ്യുന്നു, 3 കഥാപാത്രങ്ങളായി മാറുന്നു. അതിനു വേണ്ടിയിട്ട് പ്രത്യേക പരിശീലനം ഒക്കെ ചെയ്തിട്ടൊക്കെയാണ് ആ സിനിമയിലേക്ക് ഷൂട്ടിങ്ങിന് വരുന്നതും. പിന്നെ ഈ പറയുന്ന ഫൈറ്റ് പ്രാക്ടീസ്, കളരി അഭ്യസിക്കുന്നുണ്ട്, കളരി പഠിക്കുന്നു, അതിലൂടെ കുതിരസവാരി പഠിക്കുന്നു. അങ്ങനെ അതായത് പല 3 ക്യാരക്ടേഴ്സിനെ അത്രയും കൺവിൻസിങ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പണിയും എടുക്കുന്നുണ്ട്. അതെല്ലാം പോലെ വീഡിയോ എടുത്ത് നാമം കൊണ്ടാക്കാകുന്നു. അത് 3Dയിൽ കണ്ണി കുത്തുന്ന പറഞ്ഞു. 3Dയിൽ വരുമ്പോൾ ഇങ്ങനെ എന്ന് പറയുമ്പോൾ കണ്ണടക്കരുതാരും. അപ്പോൾ അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് മാത്രമല്ല, ഈ സിനിമയുടെ പ്രൊമോഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിപ്പോൾ ഇവൻ ടൊവിനോ പ്രൊഡ്യൂസ് ചെയ്യുന്ന മരണമാസം എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സെറ്റിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ടൊവിയുടെ ചേട്ടൻ അതിൻ്റെ സെറ്റിലുണ്ട്, ടിങ്സ്റ്റൺ ചേട്ടൻ. അദ്ദേഹം അതിൻ്റെ പ്രൊഡ്യൂസറാണ്. അപ്പോൾ ഇന്ന് എവിടെയാണ്? ഇന്ന് UK എന്ന് പറയും. UK-ലാണ് പ്രൊമോഷന് വേണ്ടിയിട്ട് പോയിരിക്കുകയാണെന്ന്. പിറ്റേ ദിവസം ഇവരെ വിളിക്കുമ്പോൾ എവിടെയുണ്ട്? താമരശ്ശേരി. UK നീ താമരശ്ശേരി എത്തി? എത്ര വട്ടം? പിന്നെ ഉറക്കമൊന്നും ഇല്ലേ? അത് ഒരു 10-25 ദിവസമായിട്ട് ഇങ്ങനെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അത് ഈ പറയുന്ന പോലെ ഡബിൾ എക്സ്പ്രഷോ ഷോട്ടും അടിച്ച് ഉറക്കമില്ലാതെ ഓടി നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവർക്ക് ചേട്ടനും മാനേജറിനും വേണ്ടി ഓടി ഒപ്പം എത്താൻ പറ്റാത്തതുകൊണ്ട് അവർ ഷിഫ്റ്റ് എടുത്തിട്ടാണ് കണ്ടുകൊണ്ട് നടക്കുന്നത്. അതായത് ഒരു 5 ദിവസം എൻ്റെ കൂടെ പോകും, പിന്നെ അവർ മടുക്കുമ്പോൾ മറ്റേ ആളെ വിടും. അവർ ഷിഫ്റ്റ് എടുത്തുകൊണ്ട് പക്ഷേ ഇവൻ മാത്രം ഒറ്റയ്ക്ക് ഇങ്ങനെ കരിങ്കല്ല് പോലെ നിൽക്കുന്നുണ്ട്. കൂടെ സുരഭിയും. അപ്പോൾ അത്രയും എഫേർട്ട് എടുക്കുന്നത് ജെനുവിൻലി എനിക്ക് കണ്ടപ്പോൾ ഞാൻ എന്തായാലും ഇത്ര എടുക്കൂല. എനിക്ക് എന്നെ കൊണ്ട് ഇനി നിന്റെ പടത്തിന് മരണമാസത്തിന് ഇങ്ങനെ പ്രൊമോഷനൊക്കെ ഇറങ്ങാൻ പറഞ്ഞാൽ ഞാൻ ഇറങ്ങൂല കേട്ടോ. എന്നെ കൊണ്ടൊന്നും വയ്യ. ഇങ്ങനെ കുറച്ചൊക്കെ അറിയാണ്ട് വരും. നീയല്ലേ പ്രൊഡ്യൂസ് ചെയ്തു. ഇത്രയും ഉറക്കമില്ലാതെ ഒന്നും ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല. അത് വേണമെങ്കിൽ നോക്കാം. അപ്പോൾ അത്രയും എഫേർട്ട് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ആദ്യം മുതൽ ഇതിൻ്റെ ആ തുടക്കം മുതലുള്ള ജേണി മുതൽ 2016 മുതൽ ഇപ്പോൾ ഇന്ന് ഈ റിലീസിൻ്റെ തലേദിവസം വരെ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ വരെ. ഇന്നിപ്പോൾ എവിടെ നിങ്ങൾ വരുന്നത്? ഹൈദരാബാദ്, ബോംബെയിൽ നിന്ന് രാവിലെ എത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ ബോംബെയിൽ നിന്ന് രാവിലെ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. എയർപോർട്ടിൽ വെച്ച് 2 ഇൻ്റർവ്യൂ സെറ്റ് കൂടെ പ്രൊമോഷൻ അതൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുക. അപ്പോൾ ഇന്ന് നാളെ ഉണ്ടാവും തോന്നുന്നു അല്ലേ? അപ്പോൾ ഇനി അങ്ങോട്ടുണ്ട്. നാളെ റിലീസാണ്. ശരിയാണ്. കഴിഞ്ഞ ഓണാഘോഷമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? സക്സസ് സെലിബ്രേഷൻ ഉണ്ട് ദുബായിൽ. സക്സസ്. അപ്പോൾ ആ രീതിയിൽ ഇവർ ഇതിന് വേണ്ടിയിട്ട് മരിച്ചു നിന്നിട്ടുണ്ട്. ഈവൻ ലിസ്റ്റിൻ ചേട്ടനാണെങ്കിലും പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ ഇത്രയും റിസ്ക് എടുത്ത് ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുക, ഇതിനെ വിശ്വസിക്കുക, ടോവിനോയെ വിശ്വസിക്കുക, ഇത്രയും സ്ക്രീൻസിൽ റിലീസ് ചെയ്യുക, 3D എന്നൊക്കെ പറയുന്നതൊക്കെ ചെയ്യുക എന്ന് പറയുന്നതൊക്കെ അദ്ദേഹത്തിനും അതിൻ്റേതായിട്ടുള്ള വിഷൻ കറക്റ്റായിട്ട് എല്ലാവരും അലൈൻഡ് ആവുന്നതുകൊണ്ടാണല്ലോ. പിന്നെ അതുപോലെ തന്നെ ആക്ടേഴ്സ്, സുജിത്തേട്ടൻ ഇതിൻ്റെ റൈറ്റർ, അദ്ദേഹവും ഇതിനോടൊപ്പം തന്നെ സഞ്ചരിച്ച അന്ന് 2017 സുജിത്തേട്ടൻ്റെ ഞാൻ അവിടെ ഗോതയുടെ റീപ്രൊഡക്ഷൻ ക്ലാസ്സിൽ വെച്ച് കണ്ടത് ഓർമ്മയുണ്ട്. അപ്പോൾ അന്ന് മുതൽ പിന്നെ നോക്കുമ്പോഴൊക്കെ സുജിത്തേട്ടൻ ഇതിന് ഈ പടത്തിന് വേണ്ടിയിട്ടാണ് 7-8 വർഷമായിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ സുജിത്തേട്ടൻ വേറെ സിനിമയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിലുള്ളൊരു ജേർണി ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു ആദ്യം മുതലേ. അപ്പോൾ അതും അദ്ദേഹത്തിനും ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് ഈ സിനിമ എന്ന് പറയുന്നത്. പിന്നെ ആക്ടേഴ്സായിട്ടുള്ള തഞ്ചു, നമ്മുടെ വിശ്വജിത്ത്, സുരഭി, പിന്നെ ഇവിടെ ഇല്ലാത്ത മറ്റേ ആക്ടേഴ്സ് എല്ലാവരും ഈ സിനിമയ്ക്ക് വേണ്ടി അങ്ങനെ ഡെഡിക്കേറ്റഡ് ആയിട്ട് കംപ്ലീറ്റ് ത്രൂ ഔട്ടായിട്ട് നിന്നിട്ടുണ്ട്. ഞാനും ഇതിൻ്റെ അകത്തൊരു ചെറിയ റോള് ചെയ്തിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഷൂട്ടിംഗ് ഭയങ്കര ഹെക്റ്റിക്കായിരുന്നു. ഞാൻ പറയുന്ന ഷൂട്ടിൻ്റെ ഇടയിൽ ന്യൂമോണിയ വന്നു, ആശുപത്രിയിൽ 2 ആഴ്ച അഡ്മിറ്റായി, കിടപ്പിലൊക്കെ ആയി. അത്രയും കഷ്ടപ്പാടായിരുന്നു ആ ഷൂട്ട്. ഇവന്മാരത് എങ്ങനെ ഷൂട്ട് ചെയ്ത് നിർത്തുന്നതാണ്. കുട്ടി അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കുട്ടി ഉണ്ടാവുന്നതിന് തൊട്ട് മുമ്പ് അതിൻ്റെ ഷൂട്ട് നടക്കുന്നത്. അതിന് ന്യൂമോണിയ ആയിട്ട് ഒന്നുമില്ല. കുട്ടീനെ എന്ത് രീതിയിൽ അത്ര വലിച്ചടയ്ക്കുന്നു. കുട്ടിയുടെ ഷൂട്ടാണ്. അതുണ്ടായിരുന്നു. കാരണം ഇത് നമ്മൾ ഡിസംബർ ജാനുവരിയിലൊക്കെ അതിൻ്റെ ഷൂട്ട് നടക്കുന്നത്. ഫെബ്രുവരിയിലായിരുന്നു ഡേറ്റ്. അപ്പോൾ എനിക്ക് ടെൻഷൻ. ഇനിയിപ്പോൾ നേരത്തെ എങ്ങാനും വന്നാലും ഞാൻ വീട്ടിലില്ലെങ്കിൽ അപ്പോൾ ആ ടെൻഷനുണ്ട്. ഒരു അച്ഛൻ്റെ രോദന നിൽക്കും. അപ്പോൾ അതിൻ്റെ പ്രഷറും കൂടെ ഉണ്ടായിരുന്നു. എനിക്കപ്പോൾ ഇത് തീർത്തിട്ട് പോകണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നാൽ ഈ പറയുന്ന പോലെ രാത്രിയും പകലില്ലാത്ത ഷൂട്ടും ഈ ഒരു പ്രത്യേക ലൊക്കേഷൻ വരുന്നത് അല്ലേ? എൻ്റെ ബുദ്ധിമുട്ടുകൾ ഇത്രയൊന്നും വരില്ല. അപ്പോൾ
അപ്പൊ അങ്ങനെ ഒരു ഭയങ്കര സക്സസ്ഫുൾ ജേർണിയാണ് സോ ഫാർ ഈ സിനിമ. ഇത്രയും കഷ്ടപ്പാടുകളിൽ കൂടെയൊക്കെ ആണെങ്കിലും എത്രയും ബുദ്ധിമുട്ട് കൂടുന്നവരും സിനിമയുടെ ഉയരം കൂടുന്നവരും രുചി കൂടുമെന്ന് പറയുന്നത് അതുപോലെയാണ്. കഷ്ടപ്പാട് കൂടുന്നവരും സിനിമയുടെ വിജയം മധുരകരമായിരിക്കും എന്നുള്ളതാണ് സിനിമയുടെ ചരിത്രം തെളിയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ആവട്ടെ, അതുപോലെ തന്നെ ആവും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇത്രയും പേരുടെ എല്ലാവരുടെയും എഫേർട്ട് നാളെ പേ ഓഫ് ചെയ്യും. നിങ്ങളെല്ലാവരും തിയേറ്ററിൽ വന്ന് തന്നെ കാണുക. 3Dയിലാണ് ഈ സിനിമ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫാമിലിയായിട്ടൊക്കെ എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു അനുഭവമായിരിക്കും. ഒരു കേരളത്തിൻ്റെ ഒരു നാട്ടുമ്പുറം, ഒരു വില്ലേജ് സെറ്റിങ്ങിൽ ഒരു അഡ്വഞ്ചർ സിനിമ, അതിൻ്റെ അകത്ത് പല കാലഘട്ടങ്ങളായിട്ട് ഭയങ്കര രസകരമായിട്ടുള്ളൊരു സ്റ്റോറി ലൈൻ, വിഷ്വൽ ട്രീറ്റ്മെൻറ്റ് എല്ലാം ഉണ്ട് ആ സിനിമയിൽ. അതുകൊണ്ട് എല്ലാവർക്കും എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്ന ഒരു സിനിമയായിരിക്കും. ഒരു 5 വയസ്സ് മുതൽ പറയാം ഏറ്റവും പ്രായമുള്ള ഒരാൾക്ക് വരെ കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയായിരിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. താങ്ക് യു. അപ്പൊ ഇനി ഈ സിനിമയിൽ മറ്റൊരു പ്രധാനപ്പെട്ട റോള് ചെയ്ത നടനിലേക്ക് കടക്കുകയാണ് ആക്ടർ ശിവജ്. നമസ്കാരം. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് എൻ്റെ അടുത്ത നല്ല സുഹൃത്തുക്കളുടെ ഒരു കൂട്ടായ്മയിൽ നിന്നുണ്ടായ ഒരു വലിയൊരു പടത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് എനിക്ക്. ജിതിനും തുരുത്താട്ടനും ഒരു ഏകദേശം 8 വർഷക്കാലം ഇതിൻ്റെ പുറകിൽ എത്രത്തോളം പ്രയത്നിച്ചിട്ടുണ്ടെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അതൊരു ചെറിയ സമയമല്ല. ഒരു 8 വർഷം ഒരു പടത്തിന് വേണ്ടി മെനക്കിടുക എന്ന് പറയുന്നത് ചെറിയൊരു സമയമല്ല. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് അതിഗംഭീരമായി വന്നിരിക്കും. നാളെ അത് റിലീസാവുകയാണ്. അതുപോലെ ഇതിൽ ഞാൻ ചെയ്തിട്ടുള്ള കഥാപാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളരിയുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ എനിക്ക് ആദ്യം ഞാൻ ചെയ്ത ഒരു മൂവി വീരം, ജയരാജ് സാറിൻ്റെ വീരം മൂവിക്ക് വേണ്ടിയിട്ട് എനിക്ക് കളരിയൊക്കെ കുറച്ച് പ്രാക്ടീസ് ചെയ്യാൻ എനിക്ക് മുമ്പ് പറ്റിയിട്ടുണ്ട്. ഏകദേശം ഒരു 1.5 വർഷത്തോളം എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ടോവി കളരി പഠിക്കുന്നുണ്ട്. വളരെ കുറച്ച് സമയമേ ടോവിക്ക് കിട്ടിയിട്ടുള്ളൂ. ആ കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് വർഷത്തെ അല്ലെങ്കിൽ ഒരുപാട് വർഷമായിട്ട് കളരി പഠിച്ച് ചെയ്യുന്ന ഒരാളുടെ തന്മയത്വത്തോടു കൂടി ഇതിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അത് ഞാൻ നേരിട്ട് കണ്ട ഒരു വ്യക്തി കൂടിയാണ്. അതൊരു ആ ഒരു എഫേർട്ട്, അതുപോലെ ഈ 3 കഥാപാത്രങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ ആ കഥാപാത്രങ്ങളുമായിട്ട് സാധാരണ ഇപ്പോൾ ഒരു 3 കഥാപാത്രങ്ങൾ വരുമ്പോൾ അതിൽ ചിലപ്പം ഏതെങ്കിലും ഇതുമായിട്ടൊരു ബന്ധങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും അവരുടെ മാനർസും ഒക്കെ ചിലപ്പോൾ ഒരുപോലെ എന്ന് തോന്നിയേക്കാം. പക്ഷേ ഇതിൽ 3 വ്യത്യസ്ത കഥാപാത്രങ്ങളായി അതിൽ ബോഡി ലാംഗ്വേജ് ആയാലും ശബ്ദം കൊണ്ടായാലും അങ്ങനെ എല്ലാ രീതിയിലും 3 വ്യത്യസ്ത കഥാപാത്രങ്ങൾ ചെയ്യാൻ ടോവിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ എന്താ പറയുക, സന്തോഷം, അഭിമാനം തോന്നുന്നൊരു സംഭവമാണ്. കാരണം ഒരു ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പെർഫോമൻസ് കാണുമ്പോൾ നമുക്ക് കൂടുതൽ അത് അറിയാനും പഠിക്കാനും കഴിയുന്നൊരു സംഭവമാണ്. അതുപോലെ മറ്റ് എല്ലാ ആൾക്കാരും ഇതിൻ്റെ പുറകെ പ്രവർത്തിച്ചിട്ട് എല്ലാവരും ഒരുപാട് ദിവസങ്ങളോളം 100-120 ദിവസത്തോളം ഇതിൻ്റെ ഷൂട്ടിങ്ങൊക്കെ കാഞ്ഞങ്ങാട്, കാസർഗോഡ് ഭാഗങ്ങളിൽ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവരുടെയും ഒരു സ്വപ്നവും നിങ്ങളെല്ലാവരുടെയും പോലെ തന്നെ ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ് നാളത്തെ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട്. 3Dയിൽ തന്നെ ഈ മൂവി കാണാം. കാരണം അതൊരു വിഷ്വൽ ബ്യൂട്ടിയാണ് ഈ മൂവി മൊത്തത്തിൽ. വളരെയധികം സന്തോഷം. പടം അടിപൊളിയായിട്ട് വരട്ടെ. Thank you. Now moving on to another actor who has played a key role in the movie, Sanju Shivra. നമസ്കാരം. ഈ 8 വർഷം കൊണ്ട് ഇരുത്തം വന്നിട്ട് ഇരിപ്പുറയ്ക്കാത്ത ഒരു സംവിധായകൻ ഇരിപ്പുണ്ട്. അത് എനിക്ക് തോന്നുന്നത് സാധാരണ ഒരു സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് അത് സ്വീകരിക്കപ്പെടുമോ, അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ടെൻഷൻ ഉണ്ടാകും. പക്ഷേ ആ ഉദ്ദേശിക്കുന്ന രീതിയിൽ ആ സിനിമ ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റണം എന്നുള്ളതാണ് ഏറ്റവും വലിയ ടെൻഷനായിട്ട് ഇരിക്കുന്നത്. അല്ലാതെ ഒരു പ്രോസസ്സിൽ എല്ലാവരും വളരെ ഹാപ്പിയാണ്. കാരണം ആ പ്രോസസ്സിൽ വിശ്വസിച്ച് മാത്രം മുമ്പോട്ട് പോകണം. ആ റിസൾട്ട് ഇപ്പോൾ പ്രൊഡ്യൂസറുടെ വാക്കുകളിൽ നിന്ന് നമ്മൾ കേട്ടു. അതായത് എല്ലാവരും ഹാപ്പിയാണ്. അത് പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഏറ്റവും ബെസ്റ്റ് ഔട്ട് മലയാളത്തിന് കിട്ടണം എന്നുള്ളൊരു വാശിയിൽ
ഉറക്കമില്ലാതെ എത്രയോ നാളുകളായിട്ട് അതിന് പുറകെ ഓടുകയാണ്. കാരണം ഇത്രയും ഭാഷകൾ സെൻസർ ചെയ്യുന്നു, ഇത്രയും അതാത് ഭാഷകളിലെ 2 ഫോമാറ്റിൽ 2Dയും 3Dയുമായിട്ട് അത് അപ്ലോഡ് ചെയ്യപ്പെടണം. അപ്പോൾ അത്രയും എഫേർട്ട് ലാസ്റ്റ് മൊമെന്റ് വരെ. കാരണം ഒരു 2 മാസം മുമ്പ് 1.5 മാസം മുമ്പ് ജിതിനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ജിതിനെ എങ്ങനെ ഓണത്തിന് ഉണ്ടാവും എന്ന് ചോദിച്ചു. ജിതിൻ പറഞ്ഞു ഒരു 3 മാസത്തെ വർക്കൗട്ട് ഉണ്ട് പെയിന്റിങ്. അപ്പൊ ഇങ്ങനെ നിങ്ങൾ 1 മാസത്തിന് അല്ല നമ്മൾ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ് ആ ഒരു ഓട്ടത്തിലാണ്, ആ ഒരു ഉറക്കമില്ലാത്ത ആ ഒരു ഓട്ടം തുടർന്നുകൊണ്ട് അത് എന്തായാലും അതിന്റെ റിസൾട്ട് കിട്ടുമെന്ന് മനസ്സ് എവിടുന്നോ നമുക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു തരുന്നൊരു ധൈര്യമാണ്. കാരണം അങ്ങനെ ആ ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിന്റെ പുറത്താണ് എനിക്ക് തോന്നുന്നത് ഈ കൂടെ നിൽക്കുന്ന എല്ലാവരും ഈ സിനിമയിൽ, എനിക്ക് തോന്നുന്നത് ഈ സിനിമ ഷൂട്ട് കഴിഞ്ഞതിന്റെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സും അസോസിയേറ്റ് ഡയറക്ടേഴ്സും ഇപ്പോഴും അതേ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ കൂടെ നടക്കുന്നത് ഞാൻ വേറൊരു സിനിമയിൽ അങ്ങനെ കണ്ടിട്ടില്ല. കാരണം ഇതിന് എണ്ണം കുറഞ്ഞു വരും. കാരണം പലരും അവരുടെ പേഴ്സണൽ കാര്യങ്ങൾക്കും പേഴ്സണൽ സിനിമയുടെ ആവശ്യങ്ങൾക്കായിട്ടും ഉള്ള തയ്യാറെടുപ്പുകളിലായിരിക്കും. പക്ഷേ ഈ സിനിമയിൽ അവരെല്ലാവരും കൂടെ നിൽക്കുന്നതും ഇപ്പോഴും ഇപ്പം ജിതിനോട് ഇരിക്കുമ്പോഴും ജിതിന്റെ മറ്റ് അസിസ്റ്റൻസ് അസോസിയേറ്റ്സ് ഇതിനു വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു പ്രോസസ്സ് ചിലപ്പോൾ എല്ലാ സിനിമയിലും കണ്ടുവന്ന് വരില്ല. ആൻഡ് ടോവി ഈ സിനിമയ്ക്ക് വേണ്ടി എടുത്ത എഫേർട്ട് നമ്മളെല്ലാവരും നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ അതിനകത്ത് കാണാനുണ്ട്. അത് നാളെ നിങ്ങൾ കൂടുതൽ അറിയുകയും ചെയ്യും. എനിക്ക് അതിനകത്ത് ഏറ്റവും ഒരു ഭയങ്കര രസകരമായിട്ടെന്ന് വെച്ചാൽ ഒരു സിനിമ ചെയ്യേണ്ട ഒരു കാലാവധി ഉണ്ട്. ഒരു മലയാള സിനിമ ഒരു 35-40 ദിവസം അല്ലെങ്കിൽ ഒരു 50 ദിവസം എന്ന് പറയുന്ന ഇതിലാണ് ഒരു അത്യാവശ്യം ഒരു വലിയ സിനിമ ഷൂട്ട് ചെയ്യപ്പെടുക. അത്രയും ദിവസം തന്നെ ഈ സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് ചെലവഴിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു നടനും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നോർമലി ഇതുവരെ ഉണ്ടാകുന്ന ഒരു റിലീസിന് മുമ്പ് ഒരാഴ്ച മുമ്പ് ഒരു 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം പ്രൊമോഷൻ ഉണ്ടാവും. ഈ 3 ദിവസം കൂടെ എല്ലാം മൈൻഡ് അപ്പ് ചെയ്ത് ചെയ്യുന്നതാണ് പതിവ്. അതല്ലെങ്കിൽ അത്രയ്ക്കും വലിയ സ്റ്റാർസിന്റെ മാത്രം അത് മലയാളത്തിൽ ഉണ്ടാവാറില്ല. അത് പക്ഷേ കഴിഞ്ഞൊരു 30-35 ദിവസമായിട്ട് അതിന്റെ പുറകെ നിന്ന് അതിന്റെ ഫുള്ളായിട്ട് സിനിമ ഇറങ്ങിക്കഴിഞ്ഞു അതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് നിൽക്കുന്ന, മറ്റ് സിനിമകൾ ഒഴിവാക്കി മറ്റു തിരക്കുകൾ ഒഴിവാക്കി നിൽക്കാൻ കാണിക്കുന്ന ധൈര്യം അതൊരു പക്ഷേ ഈ ഔട്ടിൽ നിന്നുണ്ടായത് ഈ ഒരു പ്രോസസ്സിൽ വിശ്വസിക്കുന്നതുകൊണ്ട് മാത്രമാണ്. അല്ലാതെ അത് വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രമായിട്ട് ഞാൻ കാണുന്നില്ല. അത് ആ പ്രോസസ്സിൽ വിശ്വസിച്ചുകൊണ്ട്, കാരണം ഇങ്ങനൊരു സിനിമ ഒരു പക്ഷേ ലൈഫിൽ എപ്പോഴും കിട്ടിക്കോണമെന്നില്ല. അതും 50ാമത്തെ ചിത്രമായിട്ട് ഭവിക്കുന്നു. അത് 3 കഥാപാത്രങ്ങൾ ചെയ്യുന്നു, അല്ലെങ്കിൽ അതൊരു 6 പടത്തിന്റെ എഫേർട്ട് കൊണ്ട് 3 ഭാവത്തിൽ ചെയ്യുന്നു. ടോവി എന്ന ആക്ടറിന് എനിക്കൊന്ന് ഇങ്ങനെ ഇവോൾവ് ആയി വന്ന ഒരു സിനിമ എന്ന് പറയപ്പെടുന്നത് ഇതായിരിക്കും. കാരണം 3 ഭാവത്തിൽ അഭിനയിക്കുക, 3 പേർക്ക് 3 സ്വഭാവമാണ്. എന്നാൽ അതിനകത്ത് ഒരു ഫോർച്യൂണിന്റെ 3 കാലഘട്ടം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അങ്ങനെ നമ്മൾ പറയാത്തത് ഒരു 3 തലമുറകളെ ഒരു സ്വത്തോ അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളോ നിലനിൽക്കുമോ എന്നുള്ളത് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ 3 കഥാപാത്രങ്ങൾ. അത് അത്രയും ഗംഭീരമായിട്ട് ടോവി ചെയ്തിട്ടുണ്ട്. അത്രയും ഗംഭീരമായിട്ട് എഴുതിയ സുജിത്തേട്ടൻ ആൻഡ് ഇതിനെയൊക്കെ കൂടുന്ന ഒരു പ്രൊഡ്യൂസർ ലിസ്റ്റിൻ ചേട്ടൻ. കാരണം ഇത്രയും വലിയ റിസ്ക് എടുക്കുമ്പോൾ അതിൻ്റെ ഒരു ബിസിനസ് സാധ്യതകൾ വരുമ്പോഴും അത് വേണ്ട, അതിൻ്റെ റിസൾട്ട് വന്നിട്ട് മതി എന്ന് അങ്ങനെ ഡിസിഷൻ എടുക്കാൻ കാണിക്കുന്ന ഒരു ധൈര്യം, ഇത്രയും വലിയ ഇൻവെസ്റ്റ്മെന്റ് മലയാളത്തിൽ നിന്ന് വരികയും ആൻഡ് ആ ഒരു ഡിസിഷൻ എല്ലാ ഭാഷയിലേക്കും പോകുമ്പോൾ ഈ ഒരു സിനിമ എല്ലായിടത്തും എത്തണം എന്ന് ആ ഒരു നമ്മുടെ മാർക്കറ്റ് വലുതാക്കുകയും ചെയ്യാൻ വേണ്ടി കാണിക്കുന്ന ഒരു എഫേർട്ടും എല്ലാവരും കാണുന്നുണ്ട്. സോ ആ റിസൾട്ട് നാളെ എന്തായാലും ഉണ്ടാവും. മറ്റേ ആക്ടേഴ്സ് സുരഭിയാണ് എനിക്ക് തോന്നുന്നു ടോവി കഴിഞ്ഞാൽ 2 കാലഘട്ടത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു കഥാപാത്രത്തിൽ സുരഭിയാണ്. ഓക്കെ അല്ലേ? അതുപോലെ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുള്ള ശിവജിത്ത്, അതുപോലെ ബേസിലിന്റെ കഷ്ടപ്പാടുകൾ പറഞ്ഞു, ന്യൂമോണിയ, കുട്ടി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കടന്നുപോയി. ആൻഡ് ഒരുപാട് പേര് ഇന്നിവിടെ വരാത്ത ഒരുപാട് പേരുണ്ട്. ഹരീഷ് ഉത്തമൻ, ചിത്തൻ പുത്തഞ്ചേരി, അങ്ങനെ ഒരുപാട് ആക്ടേഴ്സ് ഇതിനു വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്. സുധീഷ് ഏട്ടൻ, അനീഷ് ഗോപാൽ, അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കൾ വർക്ക് ചെയ്തിട്ടാണ്. ആൻഡ് അതിന്റെ റിസൾട്ട് ഞങ്ങൾക്ക് കിട്ടുമെന്ന് വിചാരിക്കുന്നു. അത് നാളെ എല്ലാവരും സിനിമ പോയി കാണുക. റെസ്റ്റ് വിൽ ബി ഹിസ്റ്ററി. താങ്ക് യു സഞ്ജു. ഇനി നമുക്ക് നായികയ്ക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. സഞ്ജു ഇവിടെ പറഞ്ഞതുപോലെ ടൊവിനോ 3 ക്യാരക്ടേഴ്സ് ആണ് ചെയ്യുന്നതെങ്കിൽ സുരഭി ചേച്ചി 2 ഡിഫറെന്റ് ലുക്കിലാണ് വരുന്നത്, നായികയായിട്ടും അമ്മൂമ്മയായിട്ടും. അപ്പൊ എന്താണ് പറയേണ്ടത്? എല്ലാവർക്കും നമസ്കാരം. ഇത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു വിശ്വാസത്തിൻ്റെ സിനിമയാണ്. അത് സുജിത് ചേട്ടൻ അദ്ദേഹത്തിൻ്റെ കഥയെ വിശ്വസിച്ചു. ആ കഥ ജിതിൻ വിശ്വസിച്ചു. ബഹുമാനം കൊണ്ടിപ്പോൾ എന്നെ ചേച്ചി എന്ന് വിളിച്ചിരുന്നതാ. ഞാനിപ്പോൾ ജിതിൻ ചേട്ടൻ എന്നൊക്കെ ആയി. ജിതിൻ വിശ്വസിച്ചു, ജിതിനെ ടോവി വിശ്വസിച്ചു, രാജാ സാർ ഈ സിനിമയെ വിശ്വസിച്ചു. അപ്പോൾ നമ്മുടെ ലിസ്റ്റിൻ ചേട്ടനാണ് രാജാ സാറിന് പറഞ്ഞത്. ലിസ്റ്റിൻ ചേട്ടൻ നോക്കൂ, ലിസ്റ്റിൻ ചേട്ടൻ്റെ ബിസിനസ് നടക്കുമോ എന്ന് രാജാ സാറിനോട് ചോദിച്ചപ്പോൾ ലിസ്റ്റിൻ ചേട്ടൻ വീണ്ടും അത് വിശ്വസിച്ചു. അങ്ങനെ മൊത്തത്തിൽ ഇതൊരു വിശ്വാസത്തിൻ്റെ സിനിമയാണ്. അപ്പം ഞങ്ങളേറെ വിശ്വസിക്കുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു സിനിമ ഇഷ്ടപ്പെടും എന്നുള്ളത്.
അപ്പം ഇതിൽ മണിയൻ എന്ന് പറയുന്ന ടൊവിനോ ചെയ്യുന്ന ക്യാരക്ടറിൻ്റെ പേരായിട്ടാണ് ഞാൻ വരുന്നത്, മാണിക്യം എന്നുള്ളത്. അപ്പോൾ ഈ മാണിക്യം നമുക്ക് എപ്പോഴും ഒന്നും ഞാനിതുവരെ കണ്ടിട്ടില്ല, കേട്ടിട്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ എനിക്കൊരു മാണിക്യം പോലെയുള്ള ഒരു കഥാപാത്രത്തെ കിട്ടിയ സിനിമ കൂടിയാണ്. താങ്ക് യു സുജിത്ത് ഏട്ടാ, താങ്ക് യു ജിതിൻ, ജിസ്റ്റിൻ ചേട്ടാ, ടോവി, എല്ലാവരോടും നന്ദി പറയുകയാണ്. ഇതിൽ ഞാൻ മാത്രമല്ല സ്ത്രീ കഥാപാത്രമായിട്ടുള്ളത്, കൃതി ഷെട്ടി ഉണ്ട്, അതുപോലെ തന്നെ ഐശ്വര്യ രാജേഷ് ഉണ്ട്, പാർവതി ചേച്ചി ഉണ്ട്. അതുപോലെ ഒരുപാട് സ്ത്രീ കഥാപാത്രങ്ങൾ ഈ സിനിമയുടെ ഭാഗമാണ്. അവർക്കൊന്നും ഇവിടെ ഈ ഒരു സമയത്ത് എത്തിപ്പെടാൻ സാധിക്കാത്തത് കൊണ്ട് അവരുടെ എല്ലാവരുടെയും പ്രതിനിധിയായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. അപ്പോൾ എന്നെ ധൃതി ഷെട്ടി എന്നാണ് ഇവർ ഇൻ്റർനാഷണൽ പ്രൊമോഷനിലൊക്കെ 3 പേര്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ അവിടെയൊക്കെ പോയി ഇതുവരെ വന്നിട്ടുള്ളത്. എന്തായാലും ഈ ഒരു സിനിമയുടെ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു നമ്മൾ ഈ ഒരു സിനിമയുടെ ഒരു ചുഴിയിൽ പെട്ടതുപോലെയാണ്, അതിൻ്റെ ഒരു ലഹരിയിൽ. കാരണം അതെല്ലാവരുടെയും ഒരു കൂട്ടമായിട്ടുള്ള ആ ഒരു എനർജിയിൽ പെട്ടതുപോലെയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി നിൽക്കുന്നതിൽ സന്തോഷം. നാളെ നിങ്ങളെല്ലാവരും സിനിമ കണ്ട് മലയാളത്തിൽ നിന്ന് ഇങ്ങനെ ഒരു സിനിമ വരുന്ന സമയത്ത് ടോവി എപ്പോഴും പറയാറുണ്ട്, മാർക്കിടാൻ വേണ്ടിയിട്ട് പോവുക എന്നുള്ളതല്ലാതെ ഒന്നും ഒരു പ്രതീക്ഷയുടെ അമിത ഭാരമൊന്നുമില്ലാതെ നിങ്ങളത് കണ്ട് നമ്മുടെ മലയാള സിനിമയെ RRR പോലെ, KGF പോലെ, ARM എന്നുള്ള രീതിയിൽ നമ്മുടെ സിനിമ വരുന്നതിൽ നല്ലതല്ലേ അല്ലേ? അപ്പോൾ അതിനെല്ലാവരും നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് തീർച്ചയായിട്ടും നാളെ ഉണ്ടാവണം. താങ്ക് യു. താങ്ക് യു സോ മച്ച് സുരഭി. ഇനി നമ്മുടെ നായകനിലേക്ക് കിടക്കാം. തീർച്ചയായും നമ്മൾ മലയാളികൾക്ക് ഒരു പ്രത്യേക ഇഷ്ടം തന്നെയാണ് ടൊവിനോയോട്. കാരണം ഞങ്ങളുടെ മുൻപിൽ വളർന്നു വന്ന നടനാണ് ടൊവിനോ. ആദ്യം ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തു തുടങ്ങി. ഇപ്പം ഇതാ 50ാമത്തെ സിനിമയിലൂടെ 3 കഥാപാത്രങ്ങളായി ഞങ്ങളുടെ മുൻപിലേക്ക് വീണ്ടും വരാൻ ഒരുങ്ങുകയാണ്. സോ വാട്ട് യു ഹാവ് ടു സേ? നമ്മളുടെ ലിസ്റ്റിനേട്ടൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങളിവിടെ ഒരു റൗണ്ട് പ്രൊമോഷൻ ചെയ്തിട്ടാണ് പോയത്. നിങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. പിന്നെ ഞങ്ങൾ ഇവിടുത്തെ ഒരു റൗണ്ട് പ്രൊമോഷൻ കഴിഞ്ഞിട്ട് മറ്റ് സ്ഥലങ്ങളിലൊക്കെ പ്രൊമോഷൻ ചെയ്യാനായിട്ട് പോകുന്ന സമയത്ത് എൻ്റെ ഒരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ആളുകളെ പ്രത്യേകിച്ച് പറഞ്ഞു മനസ്സിലാക്കുകയോ ക്ഷണിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഇത് നമ്മളുടെ എല്ലാവരുടെയും സിനിമയല്ലേ. ഞങ്ങളെല്ലാവരും ഈ സിനിമയുമായിട്ട് കേരളത്തിന് പുറത്തോട്ട് ഒരു മലയാളം സിനിമയുമായിട്ട് പ്രൊമോഷന് പോകുമ്പോൾ മലയാളികളോട് പിന്നെ പ്രത്യേകിച്ച് പറയണം, ഞങ്ങൾക്ക് അറിഞ്ഞൂടെ, നിങ്ങളുണ്ടല്ലോ എന്നുള്ള കാരണം കൊണ്ടാണ്, ആ ഒരു ധൈര്യത്തിലാണ് ഞങ്ങൾ പുറത്തുപോയിട്ട് പ്രൊമോഷൻസ് ഒക്കെ തീർത്തത്. ഇതൊരു പ്രൊമോഷൻ്റെ ഭാഗം പോലുമല്ല. അവസാനം ഞങ്ങൾ വന്നിരുന്നിട്ട് ഇറങ്ങുന്നതിന് മുമ്പ് നിങ്ങളുമായിട്ട് ഒന്ന് സംസാരിച്ച് ഞങ്ങളുടെ സന്തോഷവും പങ്കുവെച്ച് ഇറക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളെല്ലാവരും ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. ശരിയല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല പണം നാളെ ഇറങ്ങുന്ന കാര്യം? ഒന്ന് ഉറക്കം പറയോ? ഓക്കെ, കാണില്ലേ? അതുകൊണ്ടാ, ഇത് തന്നെയാണ്, ഈ വിശ്വാസം കൊണ്ട് തന്നെയാണ് ഞങ്ങൾ കേരളത്തിലെ പ്രൊമോഷൻസ് ആദ്യം ഒരു റൗണ്ട് തീർത്തിട്ട് അവസാനം വീണ്ടും ഉറപ്പിക്കാം എന്ന് വിചാരിച്ചത്. ഒരുപാട് സന്തോഷം. ഇത്രയും കാലമായിട്ടും നിങ്ങളെല്ലാവരുടെയും മാധ്യമങ്ങളിൽ കൂടെ ഒക്കെ ഞങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു സപ്പോർട്ട്, അത് ഭയങ്കര അടിപൊളിയാണ്. താങ്ക് യു സോ മച്ച്. ഈ സിനിമയിൽ കുറേ പിന്നെ ബേസിൽ പറഞ്ഞ കാര്യം, ബേസിൽ വെറുതെ പറയാനാണ്, അവൻ നല്ല പണിയെടുക്കുന്നതാണ്. ലോക്ക്ഡൗണിനൊക്കെ നമ്മളൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ ടൈം ടേബിൾ വെച്ച് സിനിമ കാണുകയും അതിലൊന്ന് സിനിമ പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ്. തിരുവിനയം കൊണ്ട് പറഞ്ഞാൽ അവൻ അത്രയും പണിയൊന്നും എടുക്കില്ലെന്ന്. മിന്നൽ മുരളിയുടെ അവസാന ദിവസം ഷൂട്ട് ചെയ്ത് തീർത്ത് എത്ര മണിക്കൂർ കണ്ടിന്യൂസ്ലി ഷൂട്ട് ചെയ്തിട്ടാണ് ബേസിലെ. ഒരു ദിവസം രാവിലെ തുടങ്ങി പിറ്റേ ദിവസം ഉച്ചയ്ക്ക് മുമ്പാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്ത് തീർത്തത്. അന്ന് ഇവരും ഈ എക്സ്പ്രസ് ഷോട്ടും വെച്ചിട്ട് തന്നെയാണ് പിടിച്ചു നിന്നുകൊണ്ടിരുന്നത്. ഇതൊന്നും നമ്മളാരും അമാനുഷികരല്ല. നമുക്കെല്ലാവർക്കും ഉറക്കം വേണം, നമുക്കെല്ലാവർക്കും വയ്യായികളുണ്ടാവും, ഒക്കെ ഉണ്ടാവും. പക്ഷെ അപ്പോഴും നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എക്സ്പ്രസ് ഷോട്ടിൽ മാത്രമല്ല, സിനിമയോടുള്ള സ്നേഹവും ഇഷ്ടമാണ്. അത് പറ്റാവുന്നിടത്തോളം കാലം അങ്ങനെ തന്നെ ചെയ്തു പോകും. ഇവനും മരണമാസത്തിന്റെ പ്രമോഷനത്തിന് ഞാൻ എക്സ്പ്രസ്സോ മേടിച്ചു കൊടുക്കും. അവൻ പ്രമോഷൻ ചെയ്യുകയും ചെയ്യും. അല്ല, ഞാൻ തമാശ പറഞ്ഞല്ല, ശരിക്കും നമുക്കെല്ലാവർക്കും ഇപ്പൊ 8 വർഷം ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കാനായിട്ട് എത്ര പേർക്ക് തോന്നും? അത് എത്ര പേർക്ക് തോന്നുന്നുണ്ടോ അത്രയും പേർക്കും അത് തോന്നുന്നത് സിനിമയോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമായിരിക്കും. അല്ലാതെ വേറെ ഒരു ഉദ്ദേശവും അതിനകത്ത് ഇല്ല. ഇത് ആ ഒരു ഉദ്ദേശശുദ്ധി
ജിതിൻ്റെ അടുത്ത് ആദ്യം പറയുന്ന സമയത്താണെങ്കിലും സുഹിതേട്ടനെ ഞാൻ ആദ്യമായിട്ട് കാണുന്ന സമയത്താണെങ്കിലും ഒക്കെ നമ്മൾ അന്ന് വിചാരിച്ചതിനേക്കാൾ ഞങ്ങളുടെ കൺമുന്നിൽ വളർന്നു വന്ന സിനിമയാണത്. ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പേ അത് കുറച്ച് വലിപ്പം വെച്ചിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ കുറച്ചും കൂടെ വളർത്തി. അങ്ങനെയല്ലേ നമുക്കൊക്കെയും നമുക്ക് പ്രിയപ്പെട്ട നമ്മളുടെ മക്കളോടൊക്കെ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? അവർ സ്വന്തം കാലിൽ നിൽക്കാറാവുന്നതുവരെ നമ്മളുടെ എല്ലാവരുടെയും കഴിവിൻ്റെ പരമാവധി നമ്മളുടെ പിള്ളേരോട് ചെയ്യില്ലേ? നമ്മുടെ പാരൻസ് നമ്മളോടും ചെയ്തില്ലേ? അതുപോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് അതുപോലെ ഞങ്ങളുടെ ഒരു പ്രോഡക്റ്റിനോട്, ഞങ്ങളുടെ ഒരു കുഞ്ഞിനോടുള്ള പോലെ ഉള്ളൊരു സ്നേഹം തീർച്ചയായിട്ടും ഉണ്ട്. അതുകൊണ്ട് സിനിമ നന്നാക്കാനായിട്ട് എന്തെങ്കിലും സാധ്യതയുണ്ടോ അത് അവസാന നിമിഷത്തിലാണെങ്കിലും തീർച്ചയായിട്ടും ചെയ്തിരിക്കും. അപ്പോൾ ഇത് ഞങ്ങളെല്ലാവരുടെയും ഒരു ജീവിതം മാറുന്ന സിനിമയാവട്ടെ എന്ന് ആഗ്രഹിച്ചു തന്നെയാണ് ഞങ്ങൾ ഈ സിനിമയുടെ തുടക്കം മുതൽ നിൽക്കുന്നത്. ഇവിടെ ഇപ്പം ഞങ്ങൾ ഈ ഇരിക്കുന്ന ആളുകൾ മാത്രമല്ല, വേറെയും ഒരുപാട് പേരുണ്ടായിരുന്നു. ഒരുപാട് പേരെന്ന് വെച്ചാൽ ഇതിൽ നിങ്ങൾ സ്ക്രീനിൽ കാണാൻ പോകുന്ന ആക്ടേഴ്സോ അവർ മാത്രമല്ല, അതുപോലെ നിങ്ങൾക്ക് അറിയാവുന്ന ഇതിനകത്ത് സിനിമാറ്റോഗ്രാഫറും എഡിറ്ററും അല്ലെങ്കിൽ ആർട്ട് ഡയറക്ടറും കോസ്റ്റ്യൂം ഡിസൈനറും മേക്കപ്പ് മാനും തുടങ്ങിയിട്ടുള്ള ചീഫ് ടെക്നീഷ്യൻസ് മാത്രമല്ല, വേറെയും കുറേ പേരുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ ഷൂട്ടിങ് തുടങ്ങുന്നതിന് മുമ്പേ അവിടെ ഞങ്ങൾക്ക് വേണ്ട ഈ ചീവതിക്കാവ് എന്ന് പറയുന്ന ഗ്രാമം അവിടെ ഉണ്ടാക്കാനായിട്ട് അവിടെ വന്ന് പണിക്ക് തുടങ്ങിയിരുന്ന കാർപ്പൻറ്റർ ചേട്ടന്മാർ മുതൽ ഒരുപാട് പേരുണ്ടായിരുന്നു. ഒരു ദിവസം ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്കൊരു ടാങ്കിനകത്ത് വെള്ളം നിറച്ചിട്ട് ഒരു അണ്ടർ വാട്ടർ സീക്വൻസ് പോലത്തെ ഒരു ഉണ്ടായിരുന്നു നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. അന്ന് ഞങ്ങൾ സാധാരണ കോൾ ഷീറ്റ് എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ വൈകിട്ട്, രാവിലെ ഒരു 6-7 മണി മുതൽ വൈകിട്ട് ഒരു 9:30 വരെയാണ് നമ്മുടെ ഒരു കോൾ ഷീറ്റ്. ആ കോൾ ഷീറ്റ് അവസാനിച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത നമ്മൾ കണ്ടിന്യൂസ്ലി വീണ്ടും ഷൂട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ സെക്കൻഡ് ബാറ്റയിലേക്ക് പോകും എല്ലാവർക്കും. അപ്പോൾ പ്രൊഡ്യൂസർക്ക് ലൊക്കേഷൻ്റെ പൈസ ചോദിച്ച് ബാക്കി എല്ലാവരുടെയും ബാറ്റ് ഡബിൾ ആകുമ്പോൾ 2 ദിവസത്തെ എക്സ്പെൻസ് ആണത്. അന്ന് ഞങ്ങൾ ആ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ടാങ്ക് ലീക്കായി വെള്ളം പോയി. നമുക്ക് ഷൂട്ടിങ് നടക്കാത്ത ഒരവസ്ഥ വന്നപ്പോൾ നമുക്ക് പിന്നെ വെള്ളം, കാര്യം നമ്മൾ ഷൂട്ട് ചെയ്യുന്ന കുറച്ച് അകത്തോട്ട് കയറിയിട്ട് ഒരു കാലിയായിട്ട് കിടക്കുന്ന ഒരു 10-600 ഏക്കർ ഒരു സ്ഥലം ഉണ്ടായിരുന്നു, അവിടെയായിരുന്നു. അപ്പോൾ അവിടേക്ക് വെള്ളം ശേഖരിച്ച് എത്തിച്ച് നനച്ച് ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കുറച്ചധികം സമയം ചിലവായി. അന്ന് ആ 9:30 നമുക്ക് ഷൂട്ട് തീർന്നില്ല, ഒരു 2 മണി വരെയൊക്കെ ഞങ്ങളന്ന് ഷൂട്ട് ചെയ്തിരുന്നു. പിറ്റേ ദിവസം നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഉണ്ടായിരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ആ സിനിമയിൽ വർക്ക് ചെയ്ത മുഴുവൻ ആളുകളും ഞങ്ങൾക്ക് സെക്കൻഡ് ബാറ്റ വേണ്ട, ഞങ്ങൾ കണ്ടതല്ലേ എന്താണ് സംഭവിച്ചതെന്ന്, നമ്മളുടെ ആരുടെയും തെറ്റുകൊണ്ടല്ലല്ലോ സംഭവിച്ചത്, അതുകൊണ്ട് ഞങ്ങൾക്ക് 1 ഡേ സിംഗിൾ ബാറ്റ മതി, ഡബിൾ ബാറ്റ വേണ്ട എന്ന് പറഞ്ഞത്. ഇത് സംഭവിച്ചത് തീർച്ചയായിട്ടും ഇത് എപ്പോഴെങ്കിലും ഇങ്ങനെ ഉള്ളൊരു കോൺവെർസേഷനിൽ പറയണം എന്ന് ആഗ്രഹിച്ചതാണ്. ഭയങ്കര അത് സിനിമയുടെ ഭാഗത്ത് നിന്ന് എല്ലാവർക്കും അവരോടെല്ലാവരോടും തീർച്ചയായിട്ടും നന്ദിയുണ്ട്. അതിനേക്കാൾ ഉപരി ഇത് സിനിമ തുടങ്ങി ആദ്യത്തെ ഒരു 10 ദിവസത്തിനകത്ത് നടന്നൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. അതിനുശേഷം കാസർഗോഡ് നല്ല ചൂടുള്ളപ്പോഴും നല്ല തണുപ്പുള്ളപ്പോഴും ഒട്ടും സൗകര്യങ്ങളില്ലാതെയും ഒക്കെ നമുക്കെല്ലാവർക്കും ഷൂട്ട് ചെയ്യേണ്ടതൊക്കെ വന്നിട്ടുണ്ട്. അന്നൊക്കെയും നമ്മൾ ഒരു സംഘം ആളുകൾ ഒരു സിനിമ എടുക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നു എന്നുള്ള ഒരേ മനസ്സോടെ പ്രവർത്തിച്ചത് കൊണ്ട് മാത്രം സംഭവിച്ച ഒരു സിനിമയാണിത്. ഇതിനകത്ത് ഞാൻ 3 കഥാപാത്രങ്ങൾ ചെയ്യുന്നുണ്ട്. അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിനെപ്പറ്റി പറയേണ്ട കാര്യമില്ല, ഞാൻ അത് റിപ്പീറ്റ് ആയിരുന്നു. നിങ്ങൾ കണ്ടു നോക്കിയിട്ട് നിങ്ങൾ വിലയിരുത്തും. ഞങ്ങൾ കണ്ട സ്വപ്നം, ഞങ്ങൾ ചെയ്ത സിനിമ നന്നായിട്ടുണ്ടോ എന്ന് നിങ്ങൾ പറയും. പിന്നെ ഇതിൽ ഓരോരുത്തരുടെയും പേരെടുത്ത് പറയുകയാണെങ്കിൽ സുഹിതേട്ടനായിരുന്നു എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സപ്പോർട്ട് സിസ്റ്റം. നമ്മൾ എപ്പോഴെങ്കിലും ഈ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു, തുടക്കം മുതൽ അതിഭീകര പ്രതിസന്ധികളുണ്ടായിരുന്നു. അത് ഇപ്പോൾ ആലോചിക്കുമ്പോൾ അതൊക്കെ തമാശയാണ്. അന്നൊക്കെ ഞങ്ങളൊക്കെ ഒരുമിച്ചിരുന്ന് കരഞ്ഞിട്ടുണ്ട്, ഞങ്ങളൊക്കെ തല്ലുകൂടിയിട്ടുണ്ട്, പിന്നെ ചിരിച്ചിട്ടുണ്ട്. അപ്പം അന്നൊക്കെ അന്ന് സുഹിതേട്ടനായിരുന്നു ഒരു സപ്പോർട്ട് സിസ്റ്റം. സുഹിതേട്ടനായിരുന്നു നമുക്ക് ഇപ്പോഴും അപ്രിസിയേഷൻ വേണം. നന്നായി ചെയ്താൽ അപ്രിസിയേഷൻ കിട്ടണം, മോശമായി ചെയ്താൽ വിമർശിക്കണം. ആ അപ്രിസിയേഷൻ എന്ന് പറയുന്നത് എനിക്ക് നിരന്തരമായിട്ട് കിട്ടിക്കൊണ്ടിരുന്നു. അതായിരുന്നു എൻ്റെ ആ സമയത്തെ ഊർജം. ചുറ്റുമുണ്ടായിരുന്നൊക്കെ സുഹൃത്തുക്കളായിരുന്നു, എല്ലാവരും നല്ല പണി എടുത്തിരുന്നു.
അപ്പോൾ ഇവർക്ക് എല്ലാവരെയും ഒരു ചേട്ടൻ്റെ സ്ഥാനത്ത് നിന്ന് സപ്പോർട്ട് ചെയ്യുകയും ഇപ്പോൾ ജിതിനാണെങ്കിലും എനിക്കറിയാം ഈ 8 കൊല്ലത്തിനിടയ്ക്ക് ജിതിൻ തകർന്നു പോയിട്ടുള്ള സമയങ്ങളുണ്ടെങ്കിൽ അന്നും സുഖമായിട്ട് തന്നെയായിരുന്നു അതിന് കൂടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതെ, പിന്നെ ജിതിനാണെങ്കിലും ഞാൻ അവരുടെ അടുത്ത് സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ ഒക്കെ തുടങ്ങിയ സമയത്ത് ഞാൻ ജിതിൻ്റെ അടുത്ത് പറഞ്ഞു, ജിതിന് ഞാൻ നിന്നെ ഭയങ്കരമായിട്ട് പ്രഷർ ചെയ്യും, ഞാൻ നിന്നെ ഭയങ്കരമായിട്ട് പുഷ് ചെയ്യും. കാര്യം നീ അങ്ങോട്ട് സിനിമ ഇറങ്ങുന്നത് വരെ യുദ്ധമായിരിക്കും യുദ്ധമായിരിക്കും ഞാൻ പറഞ്ഞത്. യുദ്ധം കാര്യം എന്താ വെച്ചാൽ ഞാൻ നിന്നെ ടോർച്ചർ ചെയ്യും, നീ എന്നെ വെറുക്കും. പക്ഷെ ഒരു ഡിസ്ക്ലൈമറായിട്ട് ഞാൻ എപ്പോഴും പറഞ്ഞു വയ്ക്കുകയാണ്, നീ മനസ്സിലാക്കിക്കോ, ഇതൊക്കെ വേണ്ടി വരും സിനിമ കിട്ടിയ സമയത്ത് നമ്മൾ വിചാരിക്കുന്ന പോലെ തിയേറ്ററിലേക്ക് എത്തിക്കാൻ. ഞങ്ങൾ നാളെയാണ് അത് തിയേറ്ററിലേക്ക് എത്തുന്നത്. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ഞാനും ഈ പറഞ്ഞ ആ മനുഷ്യരൊന്നുമല്ല, ഞാനിങ്ങനെ പ്രമോഷൻ ചെയ്യാൻ തുടങ്ങിയത് ഈ സിനിമയിലുള്ള വിശ്വാസവും ഇതിൻ്റെ കണ്ടന്റ് കണ്ടുകൊണ്ട് തന്നെയാണ്. ഇത് നന്നാവണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നത് തന്നെയാണ്. പിന്നെ മാത്രമല്ല, ഞാനങ്ങനെ കുറച്ച് ദിവസം പ്രമോഷന് വേണ്ടി ചിലവഴിക്കണം എന്ന് വിചാരിച്ചാൽ ഉടനെയൊന്നും അത് അത്ര എളുപ്പത്തിൽ നടക്കില്ല. നമ്മളൊരു കൊച്ചു ഇൻഡസ്ട്രിയാണ്, നമ്മളെല്ലാവരും ഒരു സഹകരണ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്നൊരു ഇൻഡസ്ട്രിയാണ്. അപ്പം എൻ്റെ മറ്റ് സിനിമകളുടെ ആൾക്കാർ സഹകരിക്കുകയും എൻ്റെ മാനേജർ ഗോകുലുണ്ട്, അവൻ ഇതിൻ്റെ സിനിമയുടെ തുടക്കം മുതൽ ഈ സിനിമയുടെ ഭാഗമായിട്ട് നിന്നിട്ടുള്ളതാണ്. അവൻ ഇതെല്ലാം മാനേജ് ചെയ്തു തന്ന് അവൻ റിക്വസ്റ്റ് ചെയ്തപ്പോൾ എന്നെ ഇത്ര ദിവസം പ്രമോഷന് വേണ്ടിയിട്ട് വിടാനായിട്ട് ഞാൻ ചെയ്യുന്ന മറ്റ് സിനിമകളുടെ പ്രവർത്തകർ തയ്യാറായതുകൊണ്ടാണ്. അവർ പറയുന്നത് ഞങ്ങളുടെ ഡേറ്റാണ്, അവനെ പ്രമോഷൻ അങ്ങനെ വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രമോഷനൊന്നും നടക്കില്ല. അങ്ങനെ അവരുടെ ചെയ്യാനിരിക്കുന്ന സിനിമകളുടെ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരുന്നൊരു സിനിമ പകുതിക്ക് വെച്ച് ബ്രേക്ക് ചെയ്തിട്ടാണ് എൻ്റെ പ്രമോഷൻ ഇറങ്ങിയത്. ഇനി തിരിച്ചു തന്നിട്ട് വീണ്ടും ഇതിൽ പോകണം. അതുപോലെ ഒരുപാട് പേരുടെ സഹകരണം തീർച്ചയായിട്ടും ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ ഞങ്ങൾ കടന്നുപോയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഒരു സമാധാനത്തിൽ നിന്ന് ആലോചിക്കുമ്പോൾ നല്ല രസമുണ്ട്, സാറ്റിസ്ഫൈഡാണ്. ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ്, പ്രതീക്ഷയോടെ തന്നെ ഇരിക്കുകയാണ്. പക്ഷേ ഞങ്ങൾക്കും ഇതൊരു പുതിയ അനുഭവമാണ്, വളരെ പുതിയ അനുഭവമാണ്. ഞങ്ങൾ ആരും ഇതിനു മുമ്പ് ഒരു 3D സിനിമ ചെയ്തിട്ടില്ല. അത് ഞങ്ങളൊരു ടീമായിട്ട് അങ്ങനെ ചെയ്യാനായിട്ട് തീരുമാനിച്ചപ്പോൾ മുതൽ ഞങ്ങളും ഇതിനെപ്പറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അവസാനം പഠിച്ചത് എന്ന് പറഞ്ഞാൽ, സാധാരണ ഒരു സിനിമയ്ക്ക് ഒരു സെൻസറാണ് ഉണ്ടാവുക. നമ്മൾ ഒരു സിനിമ ഒരു ഭാഷയിൽ നമ്മൾ സെൻസർ ചെയ്യുന്നു, അത് കഴിഞ്ഞാൽ നമ്മളത് ക്യൂബ്, UFO, സ്ക്രാബിൾ അങ്ങനെയുള്ള എല്ലാത്തിലും നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നു. ഒരു കണ്ടന്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നു, അത് തിയേറ്ററിലേക്ക് വരുന്നു, ആളുകൾ കാണുന്നു, ആസ്വദിക്കുന്നു. ഇവിടെ ഞങ്ങൾക്ക് 5 ഭാഷയിലാണ് ഞങ്ങൾ ഈ സിനിമ ഇറക്കുന്നത്. അതുകൊണ്ട് 5 സെൻസർ ഉണ്ടായിരുന്നു. ആ 5 സെൻസർ ഒരു കാരണവശാലും നടക്കില്ല എന്ന് ഞങ്ങൾ വിചാരിച്ചൊരു സമയം ഉണ്ടായിരുന്നു. പക്ഷേ നടന്നു. ചിലപ്പോൾ ഞങ്ങളുടെ ഇൻറ്റൻഷൻസ് നല്ലതായിരുന്നുകൊണ്ടായിരിക്കാം, ഒരുപാട് പേരുടെ സഹായം ഉണ്ടായിരുന്നുകൊണ്ടായിരിക്കാം. സെൻസർ ഓഫീസറും ഈ സിനിമ കണ്ടിട്ട് അവർക്കും തോന്നിയിട്ടുണ്ടാവും ഓടിച്ചവന്മാർ ഇത് കൊണ്ടുപോകട്ടെ എന്ന്. അങ്ങനെ അവരുടെ ഭയങ്കരമായിട്ടുള്ള സഹായം എന്ന് പറഞ്ഞാൽ മറ്റു സഹായങ്ങളല്ല. ഇവർ ഒരു ദിവസം ഇവർക്ക് തീരുമാനിക്കുകയാണ് ഒരു വേർഷനെ കാണുന്നുള്ളൂ എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ സിനിമയെ എടുത്തൊന്നും നിൽക്കാൻ പറ്റില്ല. പക്ഷെ അവർ അവരുടെ ഭാഗത്ത് നിന്ന് എഫേർട്ട് എടുത്ത് 2 വേർഷൻ 3 വേർഷനൊക്കെ ഒരു ദിവസം കണ്ടിട്ടാണ് നമുക്ക് സമയത്തിന് ഇത് ഇറക്കി തന്നത്. അതേസമയം ഞങ്ങൾ ഇതിൻ്റെ കണ്ടന്റ് എല്ലാം അപ്ലോഡ് ചെയ്യുമ്പോൾ 5 കണ്ടന്റ് അപ്ലോഡ് ചെയ്യണമല്ലോ എന്നാണ് നമ്മൾ ആദ്യം ആലോചിച്ച് പേടിച്ചത്. പക്ഷേ നമുക്ക് 2D ഉണ്ട്, 3D ഉണ്ട്, അതുകൊണ്ട് 10 കണ്ടന്റ് അപ്ലോഡ് ചെയ്യണം. ഈ കണ്ടന്റ് എന്നൊക്കെ പറഞ്ഞാൽ 120 GB, ചിലതൊക്കെ 1.4 TB 1 TB ഒക്കെ ഉള്ള ഫയലാണ്. സ്വിച്ച് ടോപ്പ് ആക്കുന്ന പോലെ അത്ര എളുപ്പമുള്ള കാര്യങ്ങളല്ല, സമയമെടുക്കുന്ന പ്രോസസ്സാണ്. പക്ഷെ നമ്മുടെ കയ്യിൽ ഇല്ലാത്തതും സമയമായിരുന്നു. അത് കാരണം കൊണ്ട് ഈ ഇരിക്കുന്ന ഞങ്ങളോ അല്ലെങ്കിൽ ഈ സിനിമയുടെ ഭാഗമായവരോ മാത്രമല്ല, 3Dക്ക് വേണ്ടിയിട്ട് നമ്മളുടെ കൂടെ പ്രവർത്തിച്ച 3Dയുടെ ആൾക്കാരാണെങ്കിലും CGയുടെ ആൾക്കാരാണെങ്കിലും പിന്നെ ഈ രാജേട്ടൻ ഉൾപ്പെടെയുള്ള മിക്സിങ്ങിൻ്റെ ആൾക്കാരാണെങ്കിലും എല്ലാവർക്കും ആണെങ്കിലും ഓവർ ടൈം വർക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും. പക്ഷെ ആരും ഒരു പരാതിയും പറഞ്ഞില്ല. അപ്പോൾ അപ്പുവിൻ്റെ കാര്യം പറഞ്ഞ പോലെ അപ്പുവൊക്കെ പുറം ലോകം കണ്ടിട്ട് തന്നെ കാലം കുറയായി തോന്നുന്നു. ഞാൻ അതിൻ്റെ പിന്നാലെ തന്നെയാണ്. ഇതെല്ലാവരും ഇതൊക്കെ ചെയ്തിരിക്കുന്നത് ഈ സിനിമയോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് തന്നെയാണ്. നമ്മളിത് ടോട്ടൽ 120 ഔട്ടാണ് നമുക്ക് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് പല കൺട്രീസിലേക്കായിട്ട്. അതുപോലെ
ഈ സിനിമ പ്രൊമോഷൻ ചെയ്യണം എന്നാലോചിച്ചപ്പോഴും നമ്മളോട് നമ്മളെ സഹായിച്ച കുറേ ആൾക്കാരുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഈ ഓരോ സ്ഥലങ്ങളിലും പോയിട്ട് നമ്മളിങ്ങനെയൊക്കെയുള്ള പരിപാടികൾ നടത്താനായിട്ട് നമ്മളെ സഹായിച്ച ഒരുപാട് പേരുണ്ട്. അതവർ ചെയ്യേണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ 1 മാസം ഇവിടെ തന്നെ നിന്ന് പ്രൊമോഷൻ ചെയ്ത് തന്നെ എന്ത് ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല ഞങ്ങൾ ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, അപ്പോൾ ഇതിൻ്റെ ഒരു ബേസിക് വേർഷൻ ആദ്യം എല്ലാവരും കണ്ടതിന് ശേഷം മാത്രം ഈ സിനിമ ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾ എടുത്താൽ മതി, തീരുമാനിച്ചാൽ മതി എന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു, ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ആ വേർഷൻ കാണിച്ചിട്ട് അത് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഈ സിനിമയിൽ വിശ്വസിച്ചിട്ട് തന്നെയാണ് മുംബൈലെ പോലുള്ള, മൈത്രി പോലുള്ള, AA ഫിലിംസ് പോലുള്ള, 5 സ്റ്റാർ പോലുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് നമ്മളുടെ സിനിമ ഇങ്ങനെ വിതരണത്തിനെടുക്കാനായിട്ട് തയ്യാറായത്. അപ്പോൾ ഇത് ഞങ്ങളുടെ ഭയങ്കര അംബീഷ്യസ് ആയിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു. ചില സമയത്തൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു കൊക്കിലൊതുങ്ങാത്തതാണ് കൊത്തിയത്. പക്ഷെ അത് കൊത്തിപ്പോയി. ഇനി അത് ഏറ്റവും നന്നായിട്ട് തന്നെ ഇറക്കുക എന്നുള്ള ചിന്ത ഉണ്ടായിരുന്നു. അതോട് കൂടിയിട്ട് എല്ലാവരും എങ്ങനെയാണോ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് ഈ സിനിമയുടെ ഷൂട്ടിങ് തീർത്തത്, അതേപോലെ ഒറ്റക്കെട്ടായിട്ട് പോസ്റ്റ് പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്തു. അതിനിടയ്ക്ക് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. തള്ളി പറഞ്ഞവരുണ്ട്, കളിയാക്കിയവരുണ്ട്, തകർത്തവരുണ്ട്. പക്ഷെ കുറേ അതിനേക്കാൾ കൂടുതൽ സപ്പോർട്ട് ചെയ്തവരാണ് കൂടുതൽ. പക്ഷെ എല്ലാവരോടും നന്ദിയുണ്ട്, ആരോടും പരാതിയില്ല, എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ. കാര്യം ഇങ്ങനെയുള്ള എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടാണ് നമ്മളുടെ ഉള്ളിലുള്ള ആ ഫയർ ഇടാതെ കത്തിച്ച് നിർത്തിയത്. അതിന് എല്ലാവരോടും നന്ദിയുണ്ട്. സിനിമ നാളെ തിയേറ്ററിലേക്ക് വരും, നാളെ തന്നെ എന്തായാലും വരും. പക്ഷേ അതിനു മുമ്പ് അവസാന നിമിഷത്തിൽ ഈ സിനിമയുടെ നല്ലതിന് വേണ്ടിയിട്ട്, ഈ സിനിമയുടെ എന്തെങ്കിലും ക്വാളിറ്റിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാനുള്ള എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ ഞങ്ങളത് ഉറപ്പായിട്ടും ചെയ്യുകയും ചെയ്യും. പക്ഷെ നാളെ രാവിലെ നിങ്ങൾ ടിക്കറ്റ് എടുത്ത് കയറുമ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ വാഗ്ദാനം ചെയ്ത ഞങ്ങളുടെ പടം 3Dയിലും 2Dയിലും ഒക്കെ ഉണ്ടാവും. പിന്നെ ബുക്കിംഗൊക്കെ ഓപ്പൺ ആവാനായിട്ട് നമുക്ക് ഇങ്ങനെയുള്ള പല സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം കൊണ്ടും കുറച്ച് വൈകിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ബുക്കിങ്ങിലോ പ്രമോഷനിലോ ഹൈപ്പിലോ ഒന്നുമില്ലല്ലോ കാര്യം, പടത്തിലല്ലേ കാര്യം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സമാധാനം. ഈ സിനിമ നാളെ വരുന്നുണ്ടെന്നുള്ളത് നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രതീക്ഷ. ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തു, ബുക്കോ, കണ്ടോ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെന്ന് തുറന്നു പറഞ്ഞു, അതിനൊരു കുഴപ്പമില്ല. പക്ഷെ ഇഷ്ടപ്പെട്ടാൽ ദയവ് ചെയ്ത് നല്ലത് തന്നെ പറയണം. അതുപോലെ ഇഷ്ടപ്പെട്ടാൽ 4 പേരോട് പറയണം. ഞങ്ങൾ ഇത്രയും പണിയെടുത്തതുകൊണ്ടോ അങ്ങനെയൊന്നുമല്ല. ഒരു നല്ല സിനിമ നന്നായിട്ടുണ്ടെന്ന് തോന്നിയാൽ 4 പേരോട് പറഞ്ഞാൽ ആ സിനിമയ്ക്ക് അത് ഭയങ്കര ഗുണമായിരിക്കും. താങ്ക് യു സോ മച്ച്. Definitely. Thank you so much, Tovino. അതുപോലെ ഒരു ആക്ടറിന്റെ കരിയറിൽ 1 or 2 തവണ, ഇല്ലെങ്കിൽ അപൂർവമായിട്ട് 2 തവണയൊക്കെ സംഭവിക്കുന്ന ഒരു സംഗതിയാണ് 3 ക്യാരക്ടറൊക്കെ ഒരു സിനിമയിൽ തന്നെ ചെയ്യാൻ കഴിയും. ഇപ്പൊ ദശാവതാരത്തില് ദശാവതാരത്തില് ഇപ്പം കമൽഹാസൻ സാറിന് ആ അപൂർവ ഭാഗ്യം കിട്ടിയ പോലെയൊക്കെ തന്നെ. അപ്പം ടോവിനോ എന്ന് പറയുന്ന ആക്ടറിന് ഇത് അത്രത്തോളം എൻജോയബിൾ ആയിരുന്നു. അതുപോലെ തന്നെ ടോവിനോനെ ഈ 3 ക്യാരക്ടറിൽ നിന്നും എത്രയും മാറ്റി നിർത്താൻ കഴിയും. ഈ ക്യാരക്ടറുകളിൽ നിന്ന് തന്നെ മാറ്റി നിർത്താൻ പറ്റില്ല. കാര്യം ഞാനല്ലേ ഇത് ചെയ്തത്. മാത്രമല്ല അങ്ങനെ മാറ്റി നിർത്തിയെങ്ങനെ ശരിയാവും, ഞാൻ ചെയ്ത ക്യാരക്ടേഴ്സ് അല്ലേ. പക്ഷെ എൻ്റെ പേഴ്സണൽ സെൽഫുമായിട്ട് ഈ 3 ക്യാരക്ടേഴ്സിനും ഒന്നാമത് അവർ ജീവിക്കുന്ന കാലഘട്ടം തന്നെ ഭയങ്കര വ്യത്യസ്തമാണ്. ഒരുപക്ഷെ ഞാൻ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ അവരെ പോലെയൊക്കെ പെരുമാറുമായിരുന്നു എന്ന് എനിക്ക് അറിയില്ല, അല്ലെങ്കിൽ ആ ഒരു സർക്കംസ്റ്റാൻസസിൽ ഉണ്ടായിരുന്നെങ്കിൽ. അതല്ലാതെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഞാൻ നോക്കുമ്പോൾ ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയും ഈ കഥാപാത്രങ്ങളും തമ്മിൽ ഭയങ്കരമായിട്ടുള്ള അന്തരമുണ്ട്. പക്ഷെ എവിടെയെങ്കിലുമൊക്കെ സിമിലാരിറ്റി ഉണ്ടാവും. ഞാൻ തന്നെയാണല്ലോ ഇത് ചെയ്യുന്നത്. പിന്നെ ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു? 3 ക്യാരക്ടർ ചെയ്യുന്നത്. അപ്പോൾ ഞാനങ്ങനെ കുറേ കഥാപാത്രങ്ങൾ ഒരു സിനിമയിൽ അഭിനയിക്കണം എന്നൊന്നും ആഗ്രഹിച്ചിട്ടുള്ള ഒരാളല്ല ഞാൻ. ചില സിനിമകളിൽ അത് ഓക്കെ, അത് എന്നോട് ചെയ്യാൻ പറയുമ്പോൾ ഓക്കെ കൊള്ളാമായിരിക്കും, ചെയ്യാം.
ഇപ്പൊ മിന്നലിലാണെങ്കിലും നമ്മൾ ആ ക്യാരക്ടറിന് നമ്മൾ ആദ്യത്തെ പ്ലാനല്ല, പിന്നീടാണ് നമ്മൾ അങ്ങനെ ഒരു പ്ലാനിലേക്ക് എത്തിയത്. ആ അച്ഛൻ ക്യാരക്ടർ ഞാൻ തന്നെ ചെയ്യുക എന്നുള്ളത്. എനിക്കും അത് അങ്ങനെ ഡയലോഗൊന്നും പറഞ്ഞ് ഞാൻ ഡബിൾ റോളുകൾ അങ്ങനെ അധികം അഭിനയിച്ചിട്ടില്ല. അതിന് മുമ്പൊക്കെ മറ്റേ ഒരു ഷോട്ടിലും 2 ഷോട്ടിലും ഒക്കെ നമ്മളെ ഈ പറയുന്ന പോലെ വേറെ ക്യാരക്ടറായിട്ട് കാണിച്ചിട്ടുള്ള പോലത്തെ ഡബിൾ റോളുകളൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളൂ. മിന്നലിലായിരിക്കാം കുറച്ചും കൂടെ ഒരു കഥാപാത്രത്തിന് ഇത്തിരി കൂടെ ഡെപ്തുള്ള ഒരു കഥാപാത്രം 2 വേഷത്തിലൊക്കെ ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ ആ സമയത്ത് ലോക്ക്ഡൗൺ സമയത്ത് നമ്മൾ അങ്ങനെ തന്നെ ചെയ്യാൻ തീരുമാനിച്ചു. നമ്മൾ വേറെ ലുക്കിലൊക്കെ ആയിരുന്നു. അപ്പൊ അത് കാരണം അങ്ങനെ ചെയ്യാൻ പറ്റി. ഇത് എന്ന് പറഞ്ഞാൽ ഞാനായിട്ട് എന്നാൽ അടുത്ത ഒരു 3 വേഷം ചെയ്തേക്കാം അല്ലെങ്കിൽ 4 വേഷം ചെയ്തേക്കാം എന്നുള്ള ചിന്തയൊന്നും ഒരിക്കലും എനിക്കുണ്ടായിട്ടില്ല. ഈ സിനിമ തന്നെ എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു 3 വേഷമൊക്കെ ചെയ്യാൻ മാത്രമൊക്കെ എനിക്കറിയില്ല. ഞാനത് ഇങ്ങനെ ഞാനിതുവരെ ചെയ്തിട്ടുമില്ല. ചെയ്താൽ നന്നാവുമോ, നമുക്ക് വേറെ 2 ആക്ടേഴ്സിനും കൂടെ വെച്ച് കഴിഞ്ഞിട്ട് ഇതൊരു മൾട്ടി സ്റ്റാർ ആക്കി കഴിഞ്ഞാൽ നമുക്ക് പ്രൊമോഷനും എല്ലാത്തിനും ഭയങ്കര അടിപൊളിയായിരിക്കും എന്നുള്ളതാണ് ഞാൻ ആദ്യം എൻ്റെ ഫസ്റ്റ് റെസ്പോൺസ് ആയിരുന്നത്. പക്ഷേ ഈ സിനിമയിൽ അങ്ങനെ 3 കഥാപാത്രങ്ങൾ ഞാൻ ചെയ്യുന്നതിന് അവർ പറഞ്ഞ ഒരു കാരണമുണ്ട്. ഒരാളെ തുടങ്ങി വെച്ചിട്ട് 2ാമത്തെ ആളിലൂടെ പോയി 3ാമത്തെ ആളിൽ അവസാനിപ്പിക്കുന്ന അങ്ങനത്തെ ഒരു കാര്യമുണ്ട്. അങ്ങനെ ഒരു കാരണമുള്ളത് കൊണ്ടാണ് തീർച്ചയായിട്ടും അത് ചെയ്യാം എന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ആക്ടേഴ്സും ഈ പറയുന്ന പോലെ 3 കഥാപാത്രം 10 കഥാപാത്രമൊക്കെ അവതരിപ്പിക്കുന്ന ആൾക്കാർ മനുഷ്യന്മാർ തന്നെയാണ്. അവരെല്ലാവരും അവരുടെ കഴിവിൻ്റെ പരമാവധി പരിശ്രമിച്ചിട്ട് തന്നെയാണ് അത് ചെയ്യുന്നത്. നമ്മൾ മനുഷ്യന്മാരാണ്, നമുക്ക് പരിശ്രമിച്ച് നോക്കാം. അതല്ലാതെ വേറെ എന്താണ് ഓപ്ഷനുള്ളത്? എത്ര കാലം നമുക്ക് അത് പറ്റില്ല ഇത് പറ്റില്ല എന്ന് ഞാനങ്ങനെ ഒന്നും പറ്റില്ല എന്ന് പറയാറില്ല. എനിക്ക് കഥ ഇഷ്ടപ്പെട്ടാൽ ചെയ്യാൻ പറ്റുമെന്ന് ഒരു ചെറിയ കോൺഫിഡൻസിൽ തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അതിനുവേണ്ടി പണിയെടുക്കാമല്ലോ. അങ്ങനെ പണിയെടുക്കാൻ പറ്റും എന്നുള്ളൊരു കോംപ്രമൈസ്, ഒരു കോൺഫിഡൻസ് എനിക്ക് എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഞാൻ അല്ലാതെ ഒരു കോംപ്രമൈസ് ഞാൻ ചെയ്യാറില്ല. ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് പണിയെടുക്കാൻ എനിക്ക് നല്ല ആൾക്കാരെ കിട്ടി. നല്ലൊരു ആക്ടിംഗ് കോച്ച് ഉണ്ടായിരുന്നു. ഈ 3 കഥാപാത്രങ്ങളെയും മനസ്സിലാക്കി തരാനായിട്ട് നല്ല ആക്ടേഴ്സ് ഉണ്ടായിരുന്നു എൻ്റെ ചുറ്റും നിന്ന്. എനിക്ക് പെർഫോം ചെയ്യുന്ന സമയത്ത് ആ ഒരു ഗിവ് ആൻഡ് ടേക്കിനും ഒക്കെ പറ്റിയ കലക്കൻ ആക്ടേഴ്സ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എല്ലാ ക്യാരക്ടേഴ്സും ചെയ്തിട്ടുള്ള ആക്ടേഴ്സൊക്കെ നമുക്ക് പെട്ടെന്ന് തോന്നും ഇതൊക്കെ ടൈലർ മെയ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ നോക്കി നമ്മൾ പിക്ക് ചെയ്ത് അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടിയിട്ട് ടൈലർ മെയ്ഡായിട്ട് ചെയ്തതാണെന്ന് തോന്നുന്ന രീതിയിൽ തന്നെ ഇവർ എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് ഒരിക്കലും മോശമാവാൻ പറ്റില്ല. പിന്നെ ടെക്നീഷ്യൻസ് ഉണ്ടായിരുന്നു, എന്നെ ട്രസ്റ്റ് ചെയ്ത് എൻ്റെ റൈറ്ററും എൻ്റെ ഡയറക്ടറും ഉണ്ടായിരുന്നു. പിന്നെ കളരി പഠിപ്പിക്കാനായിട്ട് ശിവകുമാർ ഗുരുക്കൾ, കൊല്ലത്ത് CBM കളറിലെ ഗുരുക്കളാണ്. ഈ ഗുരുക്കൾ വന്നിട്ട് ഗുരുക്കൾക്കാണ് കളരി ഒരു കളിലേക്കും ഒക്കെ ഉള്ളതാണ്. എൻ്റെ തിരക്കുള്ള ആളാണ്. പക്ഷെ പുള്ളി 6 മാസത്തോളം ഞാൻ പോകുന്നിടത്തൊക്കെ എൻ്റെ കൂടെ വന്ന് ഗുരുക്കളുടെ മകനും ഒരു ശിഷ്യനും ഞാൻ പോകുന്നിടത്തൊക്കെ കൂടെ വന്ന് ശിവജിത്തിൻ്റെയും ഗുരു അദ്ദേഹം തന്നെയാണ്. കൂടെ വരികയും താമസിക്കുകയും എന്നെ വിളിച്ചെഴുതിപ്പിച്ചുകൊണ്ട് കളരി പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്തുകൊണ്ടാണ്. അല്ലാതെ ഒറ്റ ദിവസം കൊണ്ട് ആർക്കും കളരി പഠിക്കാനൊന്നും പറ്റില്ല. ആദ്യ ദിവസം ഞാൻ വിചാരിച്ചു ഇതെങ്ങനെ കുളമായി പോയോ, എന്നെ കൊണ്ടത് പഠിക്കാൻ പറ്റില്ല. പക്ഷെ അന്ന് മുതൽ എൻ്റെ കൂടെ നിന്ന് എന്നെ പ്രോത്സാഹിപ്പിച്ച് എന്നെ കൊണ്ടത് പഠിപ്പിച്ച് എടുത്തതാണ്. അങ്ങനെ കുറേ പേരാണ്. ഞാൻ ഒറ്റയ്ക്ക് 3 ക്യാരക്ടേഴ്സ് ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ട് ശൂന്യതയൊന്നും സൃഷ്ടിച്ചതൊന്നുമില്ല. അങ്ങനെ സൃഷ്ടിക്കാനായിട്ട് ആർക്കും എനിക്ക് ഒട്ടും പറ്റില്ല. പിന്നെ ഞാൻ ശിവജിത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ശിവജിത്ത് അമേരിക്കയിൽ ഇരിക്കുന്ന സമയത്ത് നമ്മളുടെ ഈ സിനിമയിൽ ഒരു കാവുമ്പായി സുധാകരൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. അത് അദ്ദേഹമായിട്ടുള്ള ഒരു അംഗത്തല് പോലുള്ളൊരു അങ്ങനത്തെ ഒരു സീനുകളാണ് ഞങ്ങൾക്ക് കൂടുതലായിട്ടും ഒരുമിച്ചുള്ളത്. അപ്പോൾ ആ സീൻ ശിവജിത്ത് അല്ലാതെ വേറെ ആരും ചെയ്താൽ നന്നാവില്ല. കാര്യം എന്ന് വെച്ചാൽ 1.5 വർഷം കളരി പഠിച്ച് കളരി അറിയാവുന്ന ഒരാളാണ്. അല്ലാതെ നമ്മളൊരു അതിനേക്കാളൊക്കെ അപ്പുറത്ത് നല്ലൊരു ആക്ടറാണ്. നമ്മൾ കണ്ടിട്ടുണ്ട്. മാത്രമല്ല അത് ഞാനൊക്കെ അഭിനയം എന്നൊക്കെ പറഞ്ഞ് ചിന്തിക്കുന്നതിനേക്കാളും മുമ്പേ പുള്ളി സ്കൂളിൽ പഠിക്കുമ്പോൾ മുതൽ ഈ കലാരംഗത്ത് നന്നായിട്ട് പ്രവർത്തിക്കുകയും മോഹിനിയാട്ടം 2 തവണ കലാപ്രതിഭയൊക്കെ ആയിട്ടുള്ള ആളാണ്. അപ്പോൾ ആ ഒരാള് അങ്ങനത്തെ ഒരു കോമ്പിനേഷൻ നന്നായിട്ട് അഭിനയിക്കുന്ന ഗംഭീരമായിട്ടുള്ളൊരു നടൻ പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോൾ കളരിയും അറിയണം. അങ്ങനെ ഒരാളെ നമുക്ക് കിട്ടണത്. ഇപ്പം ഞങ്ങൾ സംസാരിച്ചിട്ട് ഞാനാണ് പുള്ളിനെ പേഴ്സണലി വിളിച്ചിട്ട് വരുമോ ഒന്ന് ഞങ്ങളോട് വന്ന് ചെയ്യുമോ എന്ന് ചോദിച്ചു. അവിടെ നിന്ന് ഒരു മടിയില്ലാതെ സ്വന്തം പൈസയ്ക്ക് ടിക്കറ്റ് കൊടുത്ത് വന്ന് ഞങ്ങളുടെ കൂടെ പ്രാക്ടീസ് എല്ലാം ചെയ്ത് ഞങ്ങളുടെ കൂടെ ഗുരുക്കൾ തന്നെ ആയിരുന്നാലും ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രാക്ടീസൊക്കെ ചെയ്യാൻ പറ്റി. അങ്ങനെയാണ്. അപ്പോൾ ആ സീനിൽ ഞങ്ങൾ ഒരുമിച്ച് കുറേ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള കാരണം കൊണ്ടാണ് പരിക്കുകൾ പറ്റാതെ ഞങ്ങൾ 2 പേരും രക്ഷപ്പെട്ടിട്ടുള്ളതും ആ സീൻ നന്നായിട്ടുള്ളതും. ഇതുപോലെ ഓരോരുത്തരുടെയും കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പം ജിതിൻ അവൻ്റെ കരിയർ തുടങ്ങിയപ്പോൾ മുതൽ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നപ്പോൾ മുതൽ അവൻ ഹാൻഡ് പിക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. ഇതിൻ്റെ ക്രിയേറ്റീവ് ഡയറക്ടറായിട്ടുള്ള ഡിബിലേട്ടനാണെങ്കിലും അതല്ലെങ്കിൽ ഇതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായിട്ടുള്ള ശ്രീലാലേട്ടനാണെങ്കിലും ചീഫ് അസോസിയേറ്റുള്ള ശ്രീലാലേട്ടനാണെങ്കിലും ഒക്കെയും ഡിബിലേട്ടൻ ഗോതയിൽ ചീഫ് അസോസിയേറ്റ് ആയിരുന്നു. ശ്രീലാലേട്ടൻ നമ്മൾ മൊയ്തീൻ ചെയ്യുമ്പോൾ അതിലെ ചീഫ് അസോസിയേറ്റ് ആയിരുന്നു. ജോമോൻ ചേട്ടൻ മൊയ്തീനിൽ ഞങ്ങളൊക്കെ ഞാൻ സാധനം ഇവൻ
സഹസംവിധായകനും ഒക്കെ ആയിട്ടുള്ള സിനിമാറ്റോഗ്രാഫറാണ്. അതുപോലെ ഇതിൻ്റെ എഡിറ്റർ ഷമീർ, അന്ന് അതിനകത്ത് സ്പോട്ട് എഡിറ്ററാണ്. അതുപോലെ സുരഭി, അന്ന് അതിനകത്ത് മറ്റേ പൊന്തയുമായിട്ട് വരുന്ന ആ കഥ ഇനി പറയണ്ടല്ലോ അല്ലേ, അപ്പൊ അതുണ്ട്. അതുപോലെ നമ്മുടെ സുധീഷ് ഏട്ടനുണ്ട്, അല്ലെങ്കിൽ ഗോകുലേട്ടൻ അതിനകത്ത് ഉണ്ടായിരുന്നു. അതുപോലെ നമ്മളെല്ലാം കുറെ നാളുകളായിട്ട് അനീഷ് ഏട്ടൻ ഉണ്ടായിരുന്നു. അതുപോലെ ഹരീഷ് ഉത്തമൻ, പുള്ളി നമ്മുടെ കൽക്കിയിലാണെങ്കിൽ നമ്മൾ പരിചയപ്പെടുന്നത്. ഞാൻ അതിന് മുമ്പേ വായന നിർമ്മിച്ച് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാവരും തമ്മിൽ അത്രയും ഒരു അടുപ്പം ഉണ്ടായിരുന്നു. അത് ഇവൻ അന്ന് മുതൽ ഇങ്ങനെ ഹാൻഡ് പിക്ക് ചെയ്ത ആൾക്കാരാണ്. അതുപോലെ ഞങ്ങള് കുറെ നാൾ റൂംമേറ്റ്സ് ആയിരുന്നു. ഞങ്ങള് 10-40 ദിവസം അമേരിക്കയിൽ ഒരുമിച്ച് ജീവിച്ചിട്ടുള്ള ആൾക്കാരാണ്. ഇങ്ങനെയുള്ള കുറെ ആൾക്കാർ ചുറ്റും ഉണ്ടാവുന്നത് കൊണ്ടും നമുക്ക് ഈ ഒരു പെർഫോം ചെയ്യാനുള്ള സൗകര്യങ്ങൾ നമ്മുടെ ചുറ്റും ഉണ്ടാവുന്നതുകൊണ്ടുമാണ് ഇത് ചെയ്യാൻ പറ്റുന്നത്. അതുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ 3 കഥാപാത്രം എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ അകത്ത് ഒരു പ്രധാന ഘടകമാണല്ലോ. അതിന്റെ സൗണ്ട് മോഡുലേഷനിലൊക്കെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. ആ ഒരു കാലഘട്ടത്തെയും കൂടെ അതിൽ മെൻഷൻ ചെയ്യണം. അത് എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾ പടം കണ്ടിട്ടാണ് പറയുന്നത്. ഞാൻ ചോദിച്ചു ടോവിനോയുടെ പെർസ്പെക്റ്റീവ്. അല്ല, എൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് ആ നാട്ടുകാരനായിട്ടുള്ള സുധീരനുണ്ടായിരുന്നു, പിന്നെ ശ്രീജിത്ത് ഉണ്ടായിരുന്നു. ശ്രീജിത്തും ശരത്തും ഒക്കെ എന്ന് വെച്ചാൽ മൊയ്തീനിലും അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ആയിട്ടാണ് ഉണ്ടായിരുന്നതാണ് ഇതിൻ്റെ കൂടെ കേട്ടോ. എന്നിട്ട് അത് കഴിഞ്ഞ് ഇപ്പോഴും ഈ സിനിമയുടെ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് ഇപ്പോഴും ഇവരൊക്കെ ഒരുമിച്ച് തന്നെയാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അവർ വീട്ടിലേക്ക് പോയിട്ട് തന്നെ കാലം എത്രയാണെന്ന് ആലോചിച്ച് നോക്കണം. ശ്രീധരനുണ്ടായിരുന്നു, ശ്രീധരനുണ്ടായിരുന്നു. അപ്പോൾ ശ്രീധരൻ്റെ എഴുത്തിൽ തന്നെ വളരെ വിദഗ്ധമായിട്ട് പുള്ളി ആ കാലഘട്ടത്തിൽ നമുക്ക് അച്ചടി ഭാഷ പറയുമ്പോൾ അതിന് ഒരു മോശമാവാതിരിക്കാനായിട്ട്, അല്ലെങ്കിൽ അച്ചടി ഭാഷ കേൾക്കുമ്പോൾ പെട്ടെന്ന് ആൾക്കാർക്ക് ഒരു പെട്ടെന്ന് നമ്മളിപ്പോൾ സാധാരണ സംസാരിക്കുന്ന ഭാഷയിൽ നിന്ന് വളരെ വ്യത്യാസം വരും. അപ്പൊ അതിനെ ഏറ്റവും നല്ല വാക്കുകൾ ഉപയോഗിച്ച് ആൾക്കാർക്ക് കേൾക്കുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നം തോന്നാതിരിക്കാൻ അതൊക്കെ സ്ക്രിപ്റ്റ് റൈറ്ററിന്റെ ബ്രില്യൻസുകളിൽ പെടുന്ന ഒന്നാണ്. അത് എങ്ങനെ പ്രസന്റ് ചെയ്യണം എന്നുള്ളത് പറഞ്ഞു തരാനും ഈ സ്ക്രിപ്റ്റ് റൈറ്ററും ശ്രീതും ഒക്കെ ഉണ്ടായിരുന്നു. കഴിച്ചു വന്ന ആളാണ്. അതായത് വിവാഹ നിശ്ചയത്തിന് തന്നെ ആ സമയത്ത് പോയിട്ട് നിശ്ചയം കഴിച്ചു വന്ന ആളാണ്. അത്രയേറെ ഈ സിനിമയ്ക്ക് വേണ്ടി നിന്നിട്ടുള്ള ഒരാളാണ്. അത് അദ്ദേഹം പുറകിലുണ്ട്. വളരെ പെട്ടെന്ന് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. മലയാളികൾക്ക് ഒരു RRR ഇല്ല, KGF ഇല്ല, ബാഹുബലി ഇല്ല, അതേപോലെ ഒരു പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിലിം ആയിരിക്കുമോ ARM? അങ്ങനെയൊന്നും നമുക്ക് അവകാശങ്ങൾ പറയാൻ പറ്റില്ല. നമുക്കെന്ന് വെച്ചാൽ നമ്മൾ ശ്രമിക്കുന്നത് നമ്മൾ അങ്ങനെ വേറെ ഏതെങ്കിലും സിനിമയെ പോലെ ആവാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്ക് സിനിമയുടെ ട്രെയിലർ കാണുമ്പോൾ മനസ്സിലാവും, സിനിമ കാണുമ്പോൾ കുറച്ചും കൂടെ മനസ്സിലാവും. അതൊക്കെ ഇപ്പൊ ഈ RRR ഈ KGF-ഉം അല്ലെങ്കിൽ ഗാന്ധാരിയും എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ സംഭവിച്ചതാണ്. നമ്മൾ ആഗ്രഹിച്ചാൽ മാത്രം, അല്ലെങ്കിൽ നമ്മൾ അതിനു വേണ്ടി വർക്ക് ചെയ്താൽ മാത്രം അത് സംഭവിക്കില്ല. അത് തനിയെ സംഭവിക്കണം. നമ്മളത് ലോകം മുഴുവൻ നടന്ന് പ്രമോഷൻ നടത്തിയാലും ചിലപ്പോൾ അങ്ങനെ ആവണം എന്നില്ല. അത് ആൾക്കാർ കണ്ട് ഇഷ്ടപ്പെടുമ്പോഴാണ് അത് അങ്ങനെ ആവുന്നത്. അപ്പൊ അത് നമ്മളല്ല അത് തീരുമാനിക്കുന്നത്. നമുക്ക് അതിനകത്ത് ഒന്നും പറയാൻ പറ്റില്ല. സിനിമ കണ്ട് ഇഷ്ടപ്പെട്ടാൽ, ആളുകൾക്ക് ഇഷ്ടപ്പെട്ടാൽ അത് നമുക്ക് ആളുകളുടെ മുന്നിലേക്ക് വെക്കാവുന്ന ഒരു സിനിമയൊക്കെ ആകുമായിരിക്കും. അല്ല, RRR KGF എന്ന് ഒക്കെ പറയുന്ന പോലെ നമുക്ക് അജയന്റെ 2ാം മോഷണം ഇപ്പം ലിസ്റ്റിൻ ചേട്ടനാണ് അത് RRR എന്നുള്ള ഒരു ഇതിലേക്ക് മാറ്റിയതെന്ന് പറഞ്ഞു. മറ്റുള്ള ഷോർട്ടാക്കി മറ്റുള്ള ARM എന്നുള്ള അതാ ബാക്കി പറഞ്ഞു. പേരിലെ സിമിലാരിറ്റി ആണോ അതിനിങ്ങനെ അല്ല, എങ്കിലും ഇതൊരു ബ്രഹ്മാണ്ഡം ഇത്രമായിട്ട് കണക്കാക്കാൻ പറ്റുന്ന ഒരു എന്താണ് ലക്ഷണങ്ങളൊക്കെ ഉള്ള നീ കണക്കാക്കിക്കോ. നിങ്ങളൊക്കെ സിനിമ കണ്ടിട്ട് തീരുമാനിച്ചാൽ ബേസിക്കലി മലയാളത്തിൽ ഞാൻ പറയട്ടെ, ബ്രഹ്മാണ്ഡം എന്ന് പറയണത് എന്താണ്? നമ്മളാകെ നമ്മുടെ കയ്യിലുള്ളത് വെച്ചിട്ട് നമ്മൾ പരമാവധി ശ്രമിച്ചിട്ട് നമ്മൾ ഈ സിനിമ പരമാവധി വിഷ്വലി നന്നാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അല്ലാണ്ട് ബ്രഹ്മാണ്ഡം ചെയ്യാനുള്ള ബഡ്ജറ്റ് ഉണ്ടോ നമ്മുടെ കയ്യിൽ? ഇതെന്നേ ഇപ്പം മലയാളത്തിൽ നടക്കുന്ന, ഞാൻ കംപ്ലീറ്റ് ചെയ്യണം, മലയാളത്തിൽ നടക്കുന്ന ഇപ്പം മഹേഷിന്റെ ഹൃദയം എന്നൊരു ചിത്രത്തിന്റെ തന്നെ ഒരു 10 ഇരട്ടി ബഡ്ജറ്റ്, ഇപ്പൊ 60 കോടി അല്ല എന്ന് പറഞ്ഞാൽ തന്നെ 10 ഇരട്ടി ബഡ്ജറ്റ് വരുന്ന ഒരു ചിത്രമാണ്. എത്ര കോടി ഉണ്ടാവും? 30 കാണത്തില്ലേ? 30 ഉണ്ടാവും. അപ്പൊ ഒരു 10 ഇരട്ടിയെങ്കിലും മിനിമം. ഇതിന്റെ 3-4 ഇരട്ടിയുള്ള സിനിമകൾ മലയാളത്തിൽ ഉണ്ടാവുന്നുണ്ട്. മറ്റു ഭാഷകളിൽ നിങ്ങൾ ഈ പറയുന്ന മറ്റു ഭാഷകളിലെ സിനിമകൾക്ക് ഇതിന്റെ 10 ഇരട്ടിയിലധികം ബഡ്ജറ്റ് ഉണ്ടാവും. എന്നിട്ട് അതിനെയും ഇതിനെയും ബ്രഹ്മാണ്ഡം കൂടിച്ചാൽ എങ്ങനെയാണ് സുഹൃത്തെ? ഞാൻ മലയാളത്തില് ബേസ് ചെയ്തപ്പോ
അപ്പം അതിൻ്റെ അകത്ത് സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈപ്പ് കുറയ്ക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ടോ? അതൊരു മാസ്റ്റർ പ്ലാൻ ആണ്. ഈ ഹൈപ്പിന് പ്രത്യേകിച്ച് അവാർഡുണ്ടോ? സ്റ്റേറ്റ് അവാർഡോ നാഷണൽ അവാർഡോ വല്ലതും ഉണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ട് ഹൈപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഹൈപ്പ് എന്തിനാണ്? ആളുകൾ അറിഞ്ഞാൽ പോലെ സിനിമ ഇറങ്ങുന്നുണ്ടെന്ന് ഒരു പ്രതീക്ഷയും ഇല്ലാതെ ആൾക്കാർ ഇന്നത് കാണാം എന്ന് പ്രതീക്ഷിക്കാതെ അവർ കണ്ടിട്ട് മനസ്സിലാക്കട്ടെ എന്താണ് സിനിമയ്ക്കകത്തത് ഉള്ളതെന്ന്. അപ്പൊ ഹൈപ്പ് ഉണ്ടാക്കിയെന്ന് വെച്ചിട്ട് സിനിമ നന്നോണം കൊണ്ടോ? ഇല്ല. സിനിമ നന്നായാൽ എന്ത് ഹൈപ്പോ റീച്ചോ ഉണ്ടായിട്ട് കാര്യമുള്ളൂ. അപ്പോൾ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ സിനിമ പ്രൊമോഷൻ ഹൈപ്പ് എന്നൊക്കെ പറയുന്നത് സിനിമ കൂടുതൽ ആൾക്കാർ കാണാൻ വേണ്ടിയിട്ടുള്ള കാര്യം മാത്രമാണ്. അല്ലാതെ അതിനപ്പുറത്ത് അതിനൊരു പ്രസക്തിയില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. സിനിമ ഇറങ്ങിയിട്ട് അതിന്റെ ക്വാളിറ്റി അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നത് മാത്രമേ ഇവിടെ പ്രസക്തിയുള്ളൂ. താങ്ക് യു. ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. ഒരു ക്വസ്റ്റ്യൻ കൂടെ സമയമുള്ളൂ. താങ്കളുടെ പേരിലുൾപ്പെടെ താങ്കളുടെ പേരിലുൾപ്പെടെ ഈ ലാൽ എന്നുള്ള പേര് എങ്ങനെ വന്നു എന്നുള്ളത് ഇന്റർവ്യൂകളിലൂടെ ആളുകൾ അറിയുന്നു. അപ്പൊ ഈ വേറെ എന്നുള്ള പ്രൊജക്റ്റിലും ഇങ്ങനെ കുറെ കമന്റും കണ്ട അച്ഛന്റെ പേര് വരെ നീ മാറ്റിയില്ലട്ടോ പറഞ്ഞിട്ടില്ല. അപ്പൊ ഈ ആ പേരിലുൾപ്പെടെ എങ്ങനെയാണ് ലാൽ വന്നത്, എങ്ങനെയാണ് മോഹൻലാൽ എന്നുള്ള നടനുള്ള ആരാധന വന്നത് എന്നൊക്കെ അഭിമുഖങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പൊ മോഹൻലാൽ എന്നുള്ള നടനും ഈ മലയാള സിനിമയെ കുറച്ചുകൂടി വേറൊരു തരത്തിലേക്ക് കുറച്ചുകൂടി ബൃഹത്തായ സ്വപ്നങ്ങൾ കാണാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നുണ്ട്. ഒക്കെ അതിന്റെ തുടർച്ചകളാണ്. അപ്പം ടോവിനോ ഉൾപ്പെടെ ഈ സിനിമയ്ക്ക് അദ്ദേഹത്തിന്റെ ഒരു ഇൻവോൾവ്മെന്റ് ഒരു പ്രസൻസ് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞ ആ പ്രസൻസ് റിവീൽ ചെയ്യണം എന്നല്ല, പക്ഷെ റിവീൽ ചെയ്യാം. വളരെ സന്തോഷത്തോടെ ഇന്ന് ഇവിടെ റിവീൽ ചെയ്യാൻ വെച്ചിട്ടുള്ള കാര്യമാണത്. നമ്മളുടെ ഈ സിനിമ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, ലൈവിൽ പറഞ്ഞിരുന്നു, ലാലേട്ടന്റെ ആശീർവാദത്തോടെ തന്നെയാണ് ഈ സിനിമ തുടങ്ങുന്നത്. ഞാൻ പറഞ്ഞോട്ടെ. അതായത് ഈ സിനിമ തുടങ്ങുന്നത് ഒരു കോസ്മിക് ക്രിയേറ്ററിന്റെ വോയിസിൽ നിന്നാണ്, പ്രപഞ്ച സൃഷ്ടാവിന്റെ ശബ്ദത്തിൽ നിന്നാണ്. അപ്പൊ നമുക്ക് മലയാളത്തിൽ ആ ശബ്ദം നൽകിയിരിക്കുന്നത് ലാലേട്ടനാണ്. നമുക്കതുപോലെ തന്നെ തമിഴില് ഈ പ്രപഞ്ച സൃഷ്ടാവിന്റെ ശബ്ദം നൽകിയിരിക്കുന്നത് വിക്രം സാറാണ്. അത് നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടും നമ്മളുടെ കണ്ടന്റിലുള്ള ഒരു വിശ്വാസം കൊണ്ടും സ്നേഹം കൊണ്ട് അദ്ദേഹം നൈറ്റ് ഷൂട്ടൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്താണെങ്കിലും പുള്ളി അതിനുവേണ്ടി ഇന്നലെ രാത്രി എഫേർട്ട് എടുത്ത് നമുക്ക് വേണ്ടി ചെയ്തു തന്നാണ് വിക്രം സാറ്. കന്നഡയിൽ നമുക്ക് ഇത് ചെയ്തു തന്നിരിക്കുന്നത് ശിവരാജ് കുമാർ സാറാണ്. അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു, പുള്ളി റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്തും വീട്ടിൽ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തും നമ്മളിങ്ങനെ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളോടുള്ള ഇഷ്ടവും വിശ്വാസവും കൊണ്ടും തന്നെയാണ് അദ്ദേഹവും ഇതിനു വേണ്ടിയിട്ട് ശബ്ദം തന്നിരിക്കുന്നത്. ആ ശബ്ദത്തിലായിരിക്കും സിനിമ തുടങ്ങുന്നതും ഈ ശബ്ദങ്ങളിലായിരിക്കും സിനിമ തുടങ്ങുന്നതും അവസാനിക്കുന്നതും. അവരുടെ ഉള്ള ഈ ഒരു സ്നേഹം അത് ടോവി, ജിതിൻ ലാൽ ഇവർക്ക് സിനിമയോടുള്ള ഒരു വൈകാരികത കാരണമാണോ അതോ ARMന്റെ വലുപ്പം കാരണമാണോ? പൊതുവിൽ സിനിമ എന്നുള്ള ആർട്ട്ഫോമിനോട് നിങ്ങൾക്കുള്ള ഇഷ്ടം കാരണം കൊണ്ടാണ് അവർ ചെയ്യുന്നതെന്ന് തോന്നുന്നത്, അതോ പൊതുവിൽ ARMന്റെ വലുപ്പം കാരണം? അവരുടെ നന്മയും വലിയ മനസ്സും കാരണം കൊണ്ട് തന്നെയാണ് അത് ചെയ്യുന്നത്. അല്ലാതെ ഞങ്ങളൊന്നും അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി ഇത് ചെയ്യാൻ മാത്രം വലിയ ആൾക്കാരൊന്നുമില്ല. ഞങ്ങൾ ഇവിടെ സ്റ്റേറ്റ് ഫ്രണ്ടില് തൊട്ട് ഫ്രണ്ടില് ഈ അജയന്റെ രണ്ടാം മോഷണമാണ് ഷോർട്ടാക്കി ARM ആക്കിയത്. അപ്പം ഇപ്പൊ അബ്രോഡ് ഉള്ളവരൊക്കെ ഇതിന്റെ ട്രെയിലർ റിയാക്ട് ചെയ്തപ്പം അവർ പ്രൊണൗൺസ് ചെയ്യുന്നത് ആമെന്നാണ്, ARM എന്നല്ല. അപ്പം നിങ്ങൾ ഈ നെയിം ചേഞ്ച് ആക്കിയപ്പോൾ അങ്ങനെ ഒരു കൺഫ്യൂഷൻ തോന്നിയിരുന്നു? അതിലൊന്നും ഇവിടെ പ്രസക്തിയില്ല. സിനിമ കാണുന്ന സമയത്ത് ഇത് വിഷ്വൽ ലാംഗ്വേജ് ആണ്. സിനിമ മനസ്സിലാക്കാനോ മനസ്സിലാക്കാതിരിക്കാനോ ഈ പേര് കാരണമാകുന്നില്ല. അവർക്ക് ARM എന്ന് പറയണം, ആമെന്ന് പറയണം, അജയന്റെ രണ്ടാം മോഷണം എന്ന് പറയണം, എങ്ങനെ പറഞ്ഞോട്ടും കുഴപ്പമില്ല. സിനിമ കണ്ടാൽ മതി. നമുക്ക് ആളുകൾക്ക് പറയാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ARM എന്നാക്കിയത്. അവർക്ക് അതിനേക്കാൾ എളുപ്പം ആം എന്ന് പറയാനാണെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ട് ഇപ്പൊ ഈ ടൈറ്റിൽ കാണിക്കുമ്പോൾ ഫസ്റ്റ് ഒരു വാർഡ് കാണിച്ചിട്ടാണ് ഈ ARM എന്ന് കാണിക്കുന്നത്. അപ്പൊ അത് ആക്ച്വലി ഒരു ആമാണ്. അപ്പൊ അങ്ങനെ മീൻ ചെയ്തിട്ട് ചെയ്തതാണോ? അത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അതിനകത്ത് അല്ലെ എവിടെയൊക്കെ ഞങ്ങൾ എന്തൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ അത് സിനിമയുടെ ആദ്യം ഇറങ്ങിയ പോസ്റ്റർ മുതലേ ഞങ്ങളെല്ലാ കാര്യങ്ങളും അതിനകത്ത് തന്നെ വെച്ചിട്ടുണ്ട്. അത് പിന്നെ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും. അതേപോലെ സുരഭി ചേച്ചീനെ ഇപ്പൊ നാഷണൽ അവാർഡൊക്കെ കിട്ടിയതിന് ശേഷം ഇങ്ങനെ കൊമേഴ്ഷ്യൽ സിനിമയിലൊന്നും നായികയായിട്ട് അധികം കണ്ടിട്ടില്ല.
അപ്പം എന്താ ഐ അപ്രീഷിയേറ്റ് യു ഫോർ കാസ്റ്റിംഗ് ഹർ. അല്ല അങ്ങനെയല്ല, അത് എല്ലാ സിനിമ ഡിമാൻഡ് ചെയ്യുന്ന അനുസരിച്ചിട്ടാണല്ലോ ഓരോ ആർട്ടിസ്റ്റിനെയും കാസ്റ്റ് ചെയ്യുന്നത്. അധികം കണ്ടിട്ടില്ല. നമുക്ക് അതെ, നമ്മുടെ സിനിമയ്ക്കായിരുന്നു ആവശ്യം, സുരഭിക്ക് ചെയ്തു. അല്ല, അത് സിനിമയ്ക്കായിരുന്നു സുരഭിന് ആവശ്യം. കറക്റ്റായിട്ട് അങ്ങനെ നമ്മൾ മാറ്റി നിർത്തിയിട്ടൊന്നുമില്ല അങ്ങനെ മലയാള സിനിമ കൊമേഴ്ഷ്യൽ സിനിമകളിൽ. അല്ല, കൊമേഴ്ഷ്യൽ സിനിമകളിൽ ഞാൻ അധികം വന്നിട്ടില്ല. അപ്പം ഈ സിനിമയിൽ ഈ പറയുന്നത് പോലെ 2 ക്യാരക്ടർ അവതരിപ്പിക്കാനുണ്ടായിരുന്നു. അതിൽ അവർക്ക് എന്നിലൊരു വിശ്വാസം ഉള്ളത് കൊണ്ട് എന്നെ വിളിച്ചു, ഞാൻ പോയി എന്നെ കൊണ്ടാവുന്ന രീതിയിൽ അത് ചെയ്തു എന്നുള്ളതാണ്. അമ്മൂമ്മയായിട്ടാണ് ആദ്യം കാസ്റ്റ് ചെയ്തത്. പിന്നെ ആലോചിച്ചപ്പോൾ നായികയും കൂടെ ആയതാണ്. അമ്മൂമ്മയായിട്ടും നായികയായിട്ടും ഒരേ സമയം അഭിനയിക്കാൻ പറ്റുന്ന ചുരുക്കത്തിൽ നടിമാരിൽ ഒരാളാണ് എന്നൊരു ഖ്യാതി കൂടി ഉണ്ട്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ലിസ്റ്റൻ സാറിനോടുള്ളത്. സമയത്തിന്റെ ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ട് ഇന്ററപ്റ്റ് ചെയ്യാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇല്ല, ഹാപ്പിയാണ്. അല്ല, ഞാൻ ഈ 3D കണ്ടന്റ് എല്ലാം ഇപ്പോഴാണ് പോയത്. അപ്പോൾ അതുകൊണ്ടിട്ട് എല്ലായിടത്തും ചിലപ്പോൾ 3Dക്ക് മാത്രം ചെറിയൊരു താമസം വരും. ഗൂഗിൾ എല്ലായിടത്തും അപ്ലോഡായി. ബോംബെയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ചെറിയൊരു താമസം വരും. ഇപ്പോഴാണ് സർട്ടിഫിക്കറ്റ് എല്ലാം കൂടെ കിട്ടിയത്. ഇപ്പോഴും ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സെൻസർ ഓഫീസറുമായിട്ടാണ് ചാറ്റ് ചെയ്തുകൊണ്ടിട്ടിരുന്നത്. അപ്പോൾ ജസ്റ്റ് സർട്ടിഫിക്കറ്റ് ഇപ്പോൾ ഇഷ്യൂ ചെയ്ത് തന്നേ ഉള്ളൂ. അപ്പം അതിൻ്റെ താഴെ തന്നെ ചിലതെടുത്ത് ക്യാൻസൽ ചെയ്തെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ തെറി നമുക്കിട്ടാണ് വരുന്നത്. കൃത്യമായിട്ട് തന്നാലേ ഉള്ളൂ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ ഒരു ചെറിയൊരു സംഭവമാണ്. പക്ഷേ പടം നാളെ തിയേറ്ററിൽ വരുമ്പോൾ 100% ഹാപ്പി ആയിരിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസം. അല്ല, ഇന്നൊരു ദിവസം കൂടെ പുള്ളിക്ക് ടെൻഷൻ അടിക്കാൻ പറ്റുള്ളൂ. ആ അവകാശം പുള്ളിയിൽ നിന്ന് തട്ടിത്തെറിപ്പിക്കരുത്. ടെൻഷൻ. Thank you so much ARM team members. 3D ഉണ്ട്, 2D ഉണ്ട്. അപ്പം ഇഷ്ടമുള്ളവർക്ക്, ഇപ്പോൾ ചിലവർക്ക് കണ്ണിന് ഫുൾ ടൈം ഇത്രയും നേരം കണ്ണാടി വെച്ച് കാണാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് 2D കാണാം. 2D കാണേണ്ടവർക്ക് വീണ്ടും 2Dയും 3Dയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് കാണാൻ വേണ്ടിയിട്ട് 3D വീണ്ടും കാണാം. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, അത് അത്രയും നല്ലൊരു അനുഭവമായിരിക്കും. ഇനിവേ ഈ പറയുന്നത് ചുമ്മാതെ അല്ല എന്നുള്ളത് നാളെ തെളിയിക്കട്ടെ. യെസ്, അപ്പോൾ നാളെ സിനിമ 2Dയിലും 3Dയിലും റിലീസ് ചെയ്യാണ് ഇൻ 5 ലാംഗ്വേജസ്. വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ വളരെ പെട്ടെന്ന് നമുക്കൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാം. ലെറ്റ്സ് ടേക്ക് എ ഗ്രൂപ്പ് ഫോട്ടോ. Thank you so much team of ARM. എല്ലാവിധ ആശംസകളും നേരുന്നു. Also big thank you to all our media members who are present here today. ഇന്നത്തെ ഈ ഒരു ഇവന്റ് നമുക്ക് ഇത്ര നല്ല രീതിയിൽ നടത്താൻ കാരണം നിങ്ങൾ എല്ലാവരുടെയും സാന്നിധ്യവും അതേപോലെ സഹകരണമാണ്. Thanking all of you.